ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടു വരട്ടെ. ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുവാൻ എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തിലേക്ക് നോക്കി, കർത്താവേ ഇന്ന് രാത്രിയിൽ അവിടെ നിന്നോട് സംസാരിക്കണമേ എന്ന വലിയ വാഞ്ചയോട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നാട്ട് സർവശക്തനായ ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ ഒരു രാത്രി കൂടെ നമ്മുടെ മേൽ പകരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു തുടങ്ങിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാക്ഷ്യം വഹിക്കാൻ ആവശ്യമായ ദൈവകൃപ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരുകയാണ്. സാക്ഷികളായി തീരുവാൻ ആവശ്യമായ ദൈവശക്തിയാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നിറയ്ക്കുകയാണ്. എല്ലാ ദൈവമക്കളും ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ കർത്താവേ അവിടുത്തെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണമേ, അവിടുത്തെ ശക്തിയാൽ എന്നെ ബലപ്പെടുത്തണമേ. ജലത്തിന്മേൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവേ, ജലത്തിന്മേൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവേ, ബലത്തിന്മേൽ ബലപ്പെടുവാൻ എന്നിൽ വന്നിറങ്ങണമേ, ബലത്തിന്മേൽ ബലപ്പെടുവാൻ എന്നിൽ വന്നിറങ്ങണമേ. ഓ സ്വർഗീയ കാറ്റേ എന്നെ നോക്കി വീശുക, ശുദ്ധമാവേ എന്നിൽ വന്നിരിക്കുക. ആ സ്വർഗീയ കാറ്റേ എന്നെ നോക്കി വീശുക, ശുദ്ധമാവേ എന്നിൽ വന്നിരിക്കുക. ഉത്തോളവുമല്ല അരയോണവുമല്ല, ഉത്തോളവുമല്ല അരയോണവുമല്ല, നീതാനാടും വേണമേ, വഹിച്ചുകൊണ്ട് പോകണമേ. ഓ നീതാനാടും വേണമേ, വഹിച്ചുകൊണ്ട് പോകണമേ. സ്വർഗീയ കാറ്റേ എന്നെ നോക്കി വീശുക, ശുദ്ധമാവേ എന്നിൽ വന്നിരിക്കുക. ആ സ്വർഗീയ കാറ്റേ എന്നെ നോക്കി വീശുക, ശുദ്ധമാവേ എന്നെ കൊണ്ട് പോകണമേ, എന്നെ കൊണ്ട് പോകണമേ. സ്വർഗീയ ദൂതന്മാർ ആരാധിപ്പാൻ കഴിയണമേ, സ്വർഗീയ ദൂതന്മാർ ആരാധിപ്പാൻ കഴിയണമേ. സ്വർഗീയ കാറ്റേ എന്നെ നോക്കി വീശുക, ശുദ്ധമാവേ എന്നിൽ വന്നിരിക്കുക. ആ സ്വർഗീയ കാറ്റേ എന്നെ നോക്കി വീശുക, ശുദ്ധമാവേ എന്നിൽ വന്നിരിക്കുക. അഗ്നിയാഭിഷേകം
പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, പരിശുദ്ധനായ പരലോകത്തിലെ നല്ല പിതാവേ, നല്ല രാത്രിക്കായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. രാത്രിയിലും അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ നിറയപ്പെട്ടിരിക്കുന്നു. ഈ ആലയത്തിൽ സ്വർഗീയ കാറ്റ് വീശപ്പെടട്ടെ. സ്വർഗീയ പ്രാവ് അനേകരുടെ മേൽ പറന്നിറങ്ങി വരട്ടെ. അനേകരെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് പകൽ രാത്രിയിൽ ഇവിടെ വ്യാപരിക്കുന്നതിനായി തകർക്കപ്പെട്ട ജീവിതങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പണിയപ്പെടുമാറാകട്ടെ. ஆண்டவரை கட்டப்படுவதாக ഉടഞ്ഞു കിടക്കുന്നവർ ദൈവത്താൽ സ്ഥാപിതമാകട്ടെ. ஒவ்வொருவரும் பிள்ளைகளாய் மாறட்டும். യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ ആലയത്തിൽ ചലിക്കപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക. ஆண்டவரே தேவனுடைய ஆவியானவர் இந்த ஆலயத்தில் வெளிப்பட வேண்டும் என்று ஜெபிக்கிறோம். മിഷണറിമാർ ഇതിനകത്ത് എഴുന്നേൽക്കപ്പെടട്ടെ. தேவனிடத்தில் எழுந்தருளும் அப்பா. അനേക അപ്പോസ്തലന്മാർ എഴുന്നേൽക്കപ്പെടട്ടെ. പ്രവാചകന്മാർ എഴുന്നേൽക്കപ്പെടട്ടെ. സുവിശേഷകന്മാർ എഴുന്നേൽക്കപ്പെടട്ടെ. ദേശത്തെ ചലിപ്പിക്കുന്ന ചിലർ ഈ സ്ഥലത്ത് എഴുന്നേൽക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിൽ വല്ലഭങ്ങൾ വെളിപ്പെടുവதற்காയി ജനത്തെ സ്പർശിക്കുന്നതിനായി സ്തോത്രം. ആണ്ടവരേ നീരങ്ങളെ തൊടുവதற்காയി സ്തോത്രം. അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് നന്ദി. ആവിയാനവർ ഞങ്ങളോട് പേசுவதற்காയി സ്തോത്രം. എല്ലാ മഹത്വവും അങ്ങേക്ക്. എല്ലാ മഹിമയും ഉമക്ക്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കരങ്ങൾ ഉയർത്തി ആണ്ടവരെ സ്തുതിക്കുക. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ നല്ല രാത്രിക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ആണ്ടവർക്ക് സ്തോത്രം. ആശീർവദിക്കപ്പെട്ട നല്ല ഇരവുക്കായി ആണ്ടവർക്ക് നന്ദി. ഒരു രാത്രിയിൽ കൂടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ അവസരത്തിനായിട്ട് ദൈവത്തിന് രാത്രി വേളയിലെയും ആണ്ടവരെ ഉയർത്തുവதற்கு ദേവൻ കൊടുത്ത നല്ല വായ്പയ്ക്കായി കർത്തർക്ക് നന്ദി. നമ്മുടെ കർത്താവ് നല്ല ദൈവം. നമ്മ ആണ്ടവർ നല്ല ആണ്ടവർ. അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവർ ഉണ്മയുള്ള ദേവൻ. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും മാറിപ്പോകും, ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. വാനവും ഭൂമിയും ഒഴിഞ്ഞു പോകും, ஆனால் ஆண்டவருடைய வார்த்தை ஒரு நாள் ஒழிந்து போவதில்லை. നമ്മുടെ കർത്താവ് എന്നേക്കും സ്ഥിരമായിരിക്കുന്ന സ്വർഗ്ഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവം. நம்ம ஆண்டவர் என்றென்றைக்கும் நிலைத்திருக்கிற தேவனாய் பரலோகத்தில் வீற்றிருக்கிறார். കർത്താവിന്റെ അനാദി നിർണയപ്രകാരമാണ് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തത്. ஆண்டவருடைய ஒரு அனாதி தீர்மானத்தின்படி தான் உங்களை ஒவ்வொருவரையும் கொண்டு வந்திருக்கிறார். ഈ സ്ഥലത്ത് കർത്താവിന്റെ പദ്ധതിയായിരുന്നു ഈ സ്ഥലത്ത് ആരാധനാലയം ഉണ്ടാകുന്ന നിങ്ങൾ എല്ലാവരും കർത്താവിനെ അറിയണമെന്നുള്ളത്. ஓ ஆண்டவர் இந்த இடத்துல வந்து ஆண்டவருடைய திட்டம் இது. நீங்களாம் இங்க இருப்பீங்க, இருக்கணுங்கிற ஒரு திட்டம். ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് നിങ്ങൾ എല്ലാവരും ഇപ്രകാരമായിരിക്കുന്നത്. ஆண்டவருடைய இதயத்தினுடைய ஆசை தான் நீங்க எல்லாம் இப்படி இருக்கணும் என்பது. ദൈവത്തിന്റെ ഹൃദയത്തിൽ നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയും പ്ലാനും ഉണ്ട്. ஆண்டவருடைய இதயத்துல உங்க ஒவ்வொருவரை குறித்தும் பெரிய திட்டமும் தீர்மானமும் இருக்கிறது. ആ തീരുമാനങ്ങളെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് അത് നല്ലതിനും ഏറ്റവും ഉത്തമമായ പദ്ധതികളാണ്. அது ஸ்தோத்திரம். நல்லதும் அது வெளியேறப்பட்டதுமாய் இருக்கிறது. എന്നാൽ നമുക്ക് നമ്മെ കുറിച്ചൊരു വിചാരം. ஆனா நமக்கு நம்மளை குறித்து ஒரு திட்டம் உண்டு. നാം ഇന്നതായി തീരും, ഇപ്രകാരമായിരിക്കണം, ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ്. நம்ம ஆசைகள் நம்ம இப்படி இருப்போம், இப்படி எல்லாம் மாறுவோம், நம்ம விருப்பங்கள். ഇന്ന ജോലി ചെയ്യണം, ഇന്നതിൽ എത്തിച്ചേരണം, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളാണ്. இந்த வேலை பார்க்கணும், இந்த நிலைக்கு வரணும், இப்படி எல்லாம் நம்ம விரும்புவது. എന്നാൽ ദൈവത്തിന് അതിനേക്കാൾ ശ്രേഷ്ഠകരമായ പദ്ധതി നമ്മെ കുറിച്ചാണ്. அதைவிட மேன்மையான மேலான திட்டங்களும் ஸ்தோத்திரம் நினைவுகளும் ஆண்டவர் நம்ம மேல உண்டு. ഇത് തിരിച്ചറിയണമെങ്കിൽ ദൈവത്തോട് ചേർന്നിരുന്നാൽ മാത്രമേ മനസ്സിലാക്കുവാൻ. இது உங்களுக்கு திருப்பி நீங்க தெரிந்து கொள்ளணும்னா ஆண்டவரோடு இருந்தால் மட்டும்தான் அதை அறிந்து கொள்ள முடியும். ദൈവത്തിന് നിങ്ങളെ കുറിച്ച് പദ്ധതികളുണ്ട്, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതികളുണ്ട്. ஆண்டவருக்கு உங்களை குறித்து பெரிய திட்டம் இருக்கிறது, உங்களுக்கு உங்களை குறித்து சில நினைவுகள் இருக்கிறது. പിശാചിന് നിങ്ങളെ കുറിച്ച് ചില ആലോചനകളുണ്ട്. പിശാചുക്കും ഉങ്ങളെ കുറിച്ച് ചില നിனைவுകൾ അവന്റെ ആഗ്രഹമാണ് നിങ്ങളെ എങ്ങനെ നശിപ്പിക്കുക, എങ്ങനെ ദൈവത്തിൽ അകറ്റുക. ഇത് അവന്റെ ആഗ്രഹമാണ്. ഇത് പിശാചുടെ നിனைவுകൾ ഉങ്ങളെ എപ്പടി അഴിക്കണം, ആണ്ടവരെ വിട്ട് എപ്പടി ഉങ്ങളെ പിരിക്കണം. യോബിന്റെ ജീവിതത്തിലേക്ക് നോക്കി. യോബിനെ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്ന പിശാച് ചോദിക്കുകയാണ്. ദൈവത്തിനെ തള്ളിപ്പറയുവാൻ അവൻ തള്ളിപ്പറയും. അവന്റെ ശരീരത്തെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ அங்க வந்து யோபுவை சரீரத்தை தொட்டா அவன் மறுதளிப்பான் என்று பிசாசு யோபுவை தேவனை விட்டு விலக்குவதற்கு அங்க கடந்து வருகிறான்.
ആലോചനയായിരുന്നു. അത് അവനുடைய ആലോചനയായിരുന്നു. വചനം പഠിപ്പിക്കുന്നു, ദൈവം അവനെ പിശാചിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ടിടയായി. ആണ്ടവർ അവനെ പിശാചിന്റെ കരങ്ങളിൽ കൊടുത്ത ചില നാളുകൾ അവനെ പിശാച് വല്ലാതെ വ്യാകുലപ്പെടുത്തുവാനായിട്ടിടയായി. പല നാളുകൾ വരുടങ്ങൾ യോബുവെ പിശാചാനവൻ ആട്ടി അളക്കടിത്ത. വചനം പഠിപ്പിക്കുന്നു, യോബിന്റെ മുൻപിലത്തെ കാലത്തേക്കാൾ അധികം പിൽക്കാലത്ത് ദൈവം അനുഗ്രഹിച്ച് ഉയർത്തുവാനായിട്ടിടയായി. ஆனா யோபுவுக்கு முன்னாடி இருந்த ஆசீர்வாதத்தை விட அந்த சோதனைகளை மறுபடியாம நின்றதுனால பிற்காலம் இரட்டிப்பான நன்மைகள் வந்தது. ஹல்லேலூயா. அതാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി. அது ஆண்டவருக்கு உங்க மேல இருக்கிற பத்திட்டம். ഈ കാലയളവിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, இந்த வாழ்க்கையில உங்க வாழ்க்கையில என்னமெல்லாம் போராட்டங்களும் பிரச்சனைகளும் இருந்தாலும், ഒരുപക്ഷേ പിശാച് നിങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ നടത്തിയാൽ, ஆனா பிசாசு உங்க வாழ்க்கையில பல தரங்களிலே உங்களை குறித்து அவன் நினைத்திருந்தாலும், എന്നാൽ ദൈവത്തിന്റെ പദ്ധതി ഏറ്റവും ശ്രേഷ്ഠകരമായ പദ്ധതിയാണ്. ஆனா ஆண்டவருடைய திட்டங்களும் விருப்பங்களும் அது விலையேற பெற்ற ஒன்று. അത് തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടത്രേ എന്ന് ദൈവത്തിന്റെ വചനം அவர் நம்மளை പറയുന്നു. குறித்து நினைத்திருக்கிற நினைவுகள் தீமைக்கு உள்ளது அல்ல, அது நன்மைக்கு ஏதுவான நினைவுகள். തിന്മയ്ക്കായി പിശാച് ചെയ്യുന്നത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവം. பிசாசானவன் உங்க வாழ்க்கையில தீமையாய் கொண்டு வருகிறதையும் தேவன் உங்க வாழ்க்கையில நன்மையாய் மாற்றுவார். നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്കായിട്ട് പിശാച് ചെയ്യുന്നത് നന്മയ്ക്കായി ചെയ്യുവാൻ കഴിയുന്ന ഒരു കർത്താവ്. பிசாசானவன் நம்ம வாழ்க்கையில குடும்பத்தில தீமையாய் கொண்டு வருவதையும் நன்மைக்கு ஏதுவாய் மாற்றுவார். ഈ ആണ്ടിൽ എത്രയോ തിന്മകൾ പിശാച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു. ஓகே நாட்கள எத்தனையோ தீமைகளை അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു. അപകടങ്ങളെ കൊണ്ടുവന്നു. விபத்துக்களை கொண்டு வந்தார். രോഗങ്ങൾ, പ്രയാസങ്ങൾ കൊണ്ടുവന്നു. பலவிதமான கோபங்கள், எரிச்சல்களை கொண்டு வந்தார். അതിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച് ആ ആണ്ടിന്റെ അവസാന നാളുകൾ വരെ സൂക്ഷിപ്പാനായിട്ടില്ല. இந்த வருஷத்தின் கடைசி நாள் வரைக்கும் ஆண்டவர் நம்மை கண்மணி போல பாதுகாத்திருக்கிறார். ഇത് പറയുകയാണ്, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ എത്തുള്ളൂ, എന്റെ കുടുംബം എത്തുള്ളൂ. தாவீது சொல்கிறார், நானும் என் வீட்டாரும் இந்த அளவுக்கு வழிநடத்தப்படி வருவதற்கு நான் எம்மாத்திரம் என்கிறார். ഹല്ലേലൂയ. എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും, കർത്താവേ അങ്ങനെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എത്തുള്ളൂ അപ്പാ. நீங்க எத்தனை பேர் அப்படி சொல்ல முடியும்? ஆண்டவர் இதுவரைக்கும் நான் வழிநடத்தப்பட்டு வருவதற்கு நான் எம்மாத்திரம், என் குடும்பம் எம்மாத்திரம். എന്തേ തകർന്നു പോകാമായിരുന്നു നമ്മെ ദൈവം തിരഞ്ഞെടുത്ത തന്റെ പദ്ധതിക്ക് വേണ്ടി ഈ ഭൂമിയിലാക്കിയിരിക്കുകയാണ്. ஓ ஆண்டவர் நம்மளை பிரித்தெடுத்து எத்தனையோ பேர் சோர்ந்து தளர்ந்து போன போது நம்ம இந்நேரம் வரைக்கும் அவர் நிலைநிறுத்தி இருக்கிறார். വളരെ പ്രാഗൽഭ്യത്തോട്, വളരെ താഴ്മയോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, நான் ஒரு தாழ்மையோடு கூட உங்களுக்கு சொல்றேன், കഴിഞ്ഞ നാളുകളിൽ ദൈവം ഞങ്ങളെ വളരെ അതിശയമായിട്ട് നടത്തുവാനായിട്ട് கடந்த நாட்கள்ல ஆண்டவரை அதிசயமா நடத்தினார். ലവാർമി ക്രൂസേഡിന്റെ പ്രവർത്തനങ്ങളെ കർത്താവ് വിശാലതയിലേക്ക് നടത്തുവാനായിട്ട് லவ்வாரின் குருசனுடைய ஊழியத்தை ஆண்டவர் விசாலத்துக்கு நேரம் நடத்தினார். ഈ ആണ്ടിലും 9 ആലയങ്ങൾ പണിയുവാനായിട്ട് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ ദൈവം സഹായിപ്പാൻ. இந்த வருஷத்துல 9 ஆலயங்களை இந்தியாவுல பல இடங்களில கட்ட கர்த்தர் உதவி செய்தார். ഇന്ത്യ രാജ്യത്തിലെ എല്ലാ ജില്ലകളിലും കടന്നുപോയി കാൽച്ചവിട്ടി പ്രാർത്ഥിപ്പാനായിട്ട് ദൈവം സഹായിക്കും. இந்தியாவுல இருக்கிற எல்லா மாவட்டங்களிலும் போய் ஜெபிப்பதற்கு, மிதித்து ஜெபிப்பதற்கு கர்த்தர் கிருபை செய்தார். പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന അനേക സ്ഥലങ്ങൾ ഉണ്ടായിരുന്ന ദൈവം ഞങ്ങളുടെ വാഹനത്തെ സൂക്ഷിക്കുകയും ശക്തമായിട്ട് ആ സ്ഥലങ്ങളിൽ പ്രാർത്ഥിപ്പാനായിട്ട് ദൈവം സഹായിക്കും. எதிர்ப்புகளும் பிரச்சனைகளும் எங்க வாழ்க்கையில வந்த போதிலையும் ஆண்டவர் எங்களையும் நாங்க கடந்து சென்ற வாகனத்தையும் அவர் பாதுகாத்தார். ഞങ്ങളുടെ മിഷണറിമാരെ ഓരോ മാസങ്ങളിൽ സന്ധിപ്പാനുള്ള ദൈവം ഞങ്ങളുടെ കരങ്ങൾ നൽകുവാനായിട്ട് எனக்கு இருக்கிற எல்லா மிஷனரிகளுக்கும் ஒவ்வொரு மாதங்களும் தேவையான காணிக்கைகளை கொடுக்க கர்த்தர் உதவி செய்தார். എല്ലാം ചെയ്തത് ദൈവത്തിന്റെ കൃപയാലാണ്. எல்லாம் செய்தது ஆண்டவருடைய கிருபையால். ബൈബിൾ കോളേജിൽ 37 സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. எங்க வேதாகம கல்லூரியில பாரசாலையில பரிசு வைக்கிற 37 പേര് பைபிள் கார்டு, അതിലെ 2 പേരാണ് നമ്മളൊപ്പം ആയിരിക്കുന്നത്. 37 പേരിൽ 2 പേർ தான் இங்க இருக்கிற ரெண்டு சகோதரர்கள். ഇവരെല്ലാം ഫ്രീ ആയിട്ട് തങ്ങൾ പണം ചെലവാക്കാതെ അവിടെ വന്ന് പഠിക്കുവാനായിട്ട് ദൈവം അവസരം നൽകുവാനായിട്ട് ₹1 கூட செலவில்லாம இங்க வந்து அவங்களுக்கு இலவசமா நம்ம வேதாகமத்தை கற்றுக் கொடுக்க இங்க வந்து படித்துக் கொண்டிருக்கிறார்கள். ഇവർ ഈ വർഷം പഠിച്ച് പുറത്തിറങ്ങിയാണ് അവർ കർത്താവിന്റെ വേലയ്ക്കായിട്ട് പുറപ്പെടുകയാണ്. അവർ இங்கிருந்து படித்து முடித்து விட்டு வேலைக்காக அல்ல, இங்க ஆண்டோட ஊழியத்தை செய்வதற்காக சொந்த ஊருக்கு போகிறாங்க. നിങ്ങൾ ശക്തമായിട്ട് ഞങ്ങളുടെ ശുശ്രൂഷകൾ ഓർത്ത് ഇനിയും പ്രാർത്ഥിപ്പാനായിട്ട് நீங்க തയ്യാറാണ്. ஒவ்வொரு நாளும் லவ்வாரின் குருசின் ஊழியத்தை நினைத்து நீங்கள் ஜெபிக்க வேண்டும். പ്രാർത്ഥിച്ചാൽ വലിയ കാര്യങ്ങൾ ഇനിയും രാജ്യത്തിൽ ചെയ്യുവാനായിട്ട് ഇടയാകും. நாம் ஜெபித்தால் இனியும் பெரிய காரியங்களை ஆண்டவர் நாடுகளில் தேசங்களில் செய்வார். ഇന്ത്യ സുവിശേഷീകരിക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. இந்தியா முழுவதும்
முழுவதும் ஆண்டவருடைய சுவிசேஷத்தால் நிறையப்பட்டது. 2026 ദൈവവചനം കത്തി പടരുന്ന വർഷമായിട്ട് മാറ്റപ്പെടും. 2026 ദേശം മുഴുവൻ ദൈവത്തിന്റെ വാർത്തകൾ കടന്നു പോകുന്ന ഒരു സ്ഥലത്ത് തീ കത്തിയാൽ അത് ഹല്ലേലൂയ പടർന്നു പോകുന്നത് പോലെ ദൈവവചനത്തിന്റെ ശക്തി ഇന്ത്യയുടെ ഒരു കോണിൽ നിന്ന് മറുകോണിലേക്ക് പടരുവാനായിട്ട് ഇടയാക്കി. எப்படி ஒரு பகுதியில் தீய வைத்தால் அந்த தீ அப்படியே பறந்து அடுத்து பிடித்து போகிறதோ அதேபோல நம்ம விதைக்கிற அந்த வசனங்களும் இந்தியாவுல ஒரு மூலையிலிருந்து இன்னொரு மூலைக்கு அது தீயை போல பரவ வேண்டும். തമിഴ്നാടിനെ കത്തിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. തമിഴ്നാട്ടെ ആണ്ടവർക്ക് നേരെ വഴിനടത്ത ഉങ്ങളെ ദൈവം தெரிந்து கொண்டிருக்கிறார். തമിഴ്നാടിന്റെ ഓരോ കോണുകളിലും യേശുവിനെ അറിയിപ്പാനായിട്ട് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ഒவ்வொரு ഏരിയകളിലും പകുതികളിലും தெரிந்து அவர் அறிவிக்க தேவன் உங்களை மாதிரியுള്ളവരെ தெரிந்து கொண்டிருக்கிறார். അറിയിച്ചില്ല എങ്കിൽ ആ യേശുവിനെ കുറിച്ച് അവിടെ അറിയിക്കും. ஓ ஸ்தோத்திரம். நீங்க இல்லன்னா ஆண்டவரை பத்தி யார் சொல்லுவா? നാമാണ് പുറപ്പെടേണ്ടത്. പുറപ്പെട്ടു പോയി യേശുവിന്റെ സാക്ഷ്യം വഹിപ്പാനായിട്ട് നാം പുറപ്പെട வேண்டும். യേശുவை குறித்து സാക്ഷിയാ சொல்ல வேண்டும். പ്രിയ മാതാവ് പറഞ്ഞതുപോലെ ഈ വയസ്സിലും ഈ പ്രായത്തിലും ഓടി നടന്ന് കർത്താവിനെ ഉയർത്തുവാനായിട്ട് ദൈവം അവസരം നൽകി. தாயார் சொன்னதை போல இந்த வயதிலேயும் ஆண்டவருக்காக ஓடிப்போய் ஊழியத்தை செய்கிறார்களே. എത്ര അധികം കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് കഴിയും. அப்ப ஆண்டவர் நம்மள எவ்வளவு அவங்களை விட அதிகமாக நடிக்க முடியும். ഒരു കാറ്റ് കൊടുക്കുവാൻ കഴിയുമെങ്കിൽ കാറ്റ് കൊടുക്കുവാനായിട്ട് തയ്യാറാണ്. ഒരു നോട്ടീസ് കൊടുக்க முடியுമെങ്കിൽ அந்த നോട്ടീസ് കൊടുക്കുക. പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാണ്. உங்களால ஜெபம் பண்ண முடியுമെങ്കിൽ ஜெபம் பண்ணுங்க. സുവിശേഷം അറിയിക്കുവാൻ കഴിയുമെങ്കിൽ സുവിശേഷം പറയുവാനായിട്ട് സുവിശേഷം சொல்ல முடியுமானா நீங்க சுவிசேஷம் சொல்லுங்க. ഇതിനായിട്ടാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുക്കുവാനായിട്ട്. இதற்காகத்தான் ஆண்டவர் நம்மை தெரிந்து கொண்டிருக்கிறார். പകൽ ദൈവം അതിനുള്ള അഭിഷേകമാണ് നമ്മുടെ മേൽ പകരപ്പെട്ടത്. அதுக்குள்ள அபிஷேகத்தை தான் தேவன் நம்ம மேல கொடுக்கிறார். ഉയരത്തിലെ ശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് അടങ്ങിയിരിക്കുവാനല്ല, പുറപ്പെട്ടു പോയ യേശുവിന്റെ സാക്ഷ്യം വഹിക്കുവാനാണ്. അഭിഷേകം നമുക്ക് தேவன் തന്നിരിപ്പത് അടങ്ങി இருப்பதற்கல்ல, പുറപ്പെട്ടു പോയി சொல்வதற்கு. നമ്മുടെ മേൽ വെളിച്ചം പകർന്നിരിക്കുന്നത് പറയും കീഴ് വയ്ക്കുവാനായിട്ടല്ല, ഉയർത്തിപ്പിടിക്കുവാനായിട്ടാണ് വെളിച്ചമായി வைத்திருப்பது மரக்காலம் மூடி வைப்பதற்கல்ல, அதை தட்டின் மேல் வைத்து பிறருக்கு வெளிச்சம் கொடுப்பது. വെളിച്ചം പകർന്നിരിക്കുന്നത് മറയത്ത് മാറിയിരിക്കുവാനല്ല, വെളിച്ചത്തെ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് നാം തയ്യാറാണ്. വെളിച്ചത്തെ മൂടി வைப்பதற்கல்ல, அதை உயர்த்தி பிடிப்பதற்கு. ഈ വെളിച്ചത്തിന്റെ പ്രത്യേകത ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യമാണ്. വെളിച്ചத்துக்கு இருக்கிற சிறப்பு என்ன? எந்த ஒரு மனிதனையும் பிரகாசிக்க வைக்கிறது. എത്ര വലിയ പാപിയെയും പ്രകാശിപ്പിക്കുവാൻ കഴിയുന്ന സത്യ വെളിച്ചമായ ക്രിസ്തുവാണ് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. எப்பேற்பட்ட ஒரு மனிதனையும் பிரகாசிக்க வைக்கிற சத்திய வெளிச்சமாகிய இயேசுதான் நமக்குள் இருக்கிறார். പ്രകാശത്തെ ജ്വലിപ്പിക്കുവാനായിട്ട് നാം തയ്യാറാണ്. ഈ പ്രകാശത്തെ ജ്വലിപ്പിക്കുവാനായിട്ട് തയ്യാറാണ്. இந்த வெளிச்சத்தை நம்ம மற்றவர்களுக்கு கொண்டு போவதற்கு நாம் முயற்சி எடுக்க வேண்டும். അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കണം. அதற்காக ஆண்டவர் நமக்கு உதவுவாராக. ഇത് വളരെയുണ്ട്, വേലക്കാർ വളരെ ചുരുക്കമായിരിക്കുകയാണ്. അങ്ങനെ അറുവടയോ മികുതി ആൾക്കളോ கொஞ்சம். നിങ്ങൾ ഒരുപക്ഷേ പുറപ്പെട്ടു കഴിഞ്ഞാൽ ചിലർ യേശുവിലേക്ക് വരുവാനായിട്ട് ഇടയാകും. ஒருவேளை நீங்கள் புறப்பட்டு சென்றால் உங்க மூலமா பலரும் சபைக்குள்ள வரலாம். ഉത്തര ഭാരതത്തിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ പോലും കർത്താവ് വലിയ പ്രവൃത്തികളെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇടപാടുകളിലേക്ക് ചെല്ലുകിற போது சின்ன சின்ன கிராமங்களிலும் பெரிய பெரிய அளவுக்கு ஏற்படுதல். നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ അത്ഭുതകരമായ സൗഖ്യം ദൈവം ചെയ്യുകയാണ്. നാം ജപിക്ക ആരംഭിക്കുന്ന போது അത്ഭുതമാ ദൈവം സുഖമാക്കുകയാണ്. ഭൂതങ്ങൾ അലറിപ്പോയി ദൈവം അവരിലേക്ക് അത്ഭുതകരമായ വിടുതൽ നൽകുകയാണ്. പേയ്കൾ അവരെ വിട്ട് വിലകി ഓടുகிறது, വ്യാധികൾ ഗുണമാകുന്നത്, அவங்க അത്ഭുതത്തെ பார்க்கிறார்கள். യേശു പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ. ആ അധികാരമാണ് ദൈവം നമ്മുടെ മേൽ നൽകുന്നത്. நீங்கள் புறப்பட்டு போகிற போது நோயாளிகள் மீது கைகளை வைத்து குணமாக்குங்கள், பூதங்களை துரத்துங்கள், சுவிசேஷத்தை பிரசங்கிங்கள் சொன்னார். ഈ ശുശ്രൂഷയാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. இந்த ஊழியத்தை தான் ஆண்டவர் நமக்கு தந்திருக்கிறார். ഓരോ മാതാവിനും പിതാവിനും സഹോദരങ്ങൾക്കും ഈ ഉത്തരവാദിത്വം ദൈവം പകർന്നിട്ടുണ്ട്. இருக்கிற தாய்க்கும் தகப்பனுக்கும் ஒவ்வொரு சகோதரி சகோதரர்களுக்கும் இது உங்க ஒவ்வொருவர் மேலும் இருந்த கடமையா இருக்கிறது. പക്ഷേ നിങ്ങൾ ജോലിയിൽ ഏർപ്പെടുന്നവരായിരിക്കും, പഠിക്കുന്നവരായിരിക്കും, എവിടെയായാലും യേശുവിനെ ഉയർത്തുവാനായിട്ട് நீங்கள் படித்துக் கொண்டிருக்கலாம், வியாபாரம் பார்த்துக் கொண்டிருக்கலாம், விவசாயம் பார்த்துக் கொண்டிருக்கலாம், என்ன செய்து கொண்டிருக்கலாம். ஆனா நீங்க இருக்கிற இடங்கள்ல நீங்க சாட்சியா இருக்க முடியும். രാത്രി അതിനായിട്ട് ഒരു തീരുമാനം നാം എടുക്കണം. இந்த ராத்திரி வேளையில அதற்காக நீங்கள் ஒரு தீர்மானம் எடுக்க வேண்டும். രാത്രിയെ ചിന്തയ്ക്കായിട്ട് ഒരു വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. இந்த ராத்திரி வேளையில சற்று தியானத்திற்காக ஒரு വാർത്തകൾ നടുവിൽ വെക്കുകയാണ്. 2 പത്രോസിന്റെ ലേഖനം 2 പേര് 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. 1:10 2 പേര് 1:10 2 പത്രോസ് 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. 2
പത്രോസ് 1:10. ஆகையால் சகோதரரே, உங்கள் அழைப்பையும் தெரிந்து கொள்ளுதலையும் உறுதியாக்கும்படி ஜாக்கிரதையாயிருங்கள். വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ஆகையால் சகோதரர், உங்களுடைய அழைப்பையும் தெரிந்து கொள்ளுதலையும் உறுதியாக்கும்படி ஜாக்கிரதையாயிருங்கள். ഹല്ലേലൂയ, ஹalleluya, ഹല്ലേലൂയ, ஹalleluya. കർത്താവ് നമ്മെ വിളിക്കുവാനായിട്ടിടയായി. ஆண்டவர் நம்மை அழைத்திருக்கிறார். ആരാണ് നമ്മെ വിളിച്ചത്? யார் நம்மை அழைத்தார்? കർത്താവ് നമ്മെ തിരഞ്ഞെടുക്കുവാനായിട്ടിടയായി. ஆண்டவர் വചനം പഠിപ്പിക്കും, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ஆண்டவர் சொல்றார், நீங்கள் என்னை தெரிந்து கொள்ளவில்லை, நான் உங்களை தெரிந்து கொண்டேன். നാം ആരും യേശുവിന്റെ പിന്നാലെ പോയവരല്ല. நம்ம யார் இயேசுவுக்கு பின்னாடி போகல. യേശു നമ്മളെ തേടി ஆனா വരുവാനായിട്ട് இயேசு நம்மளை தேடி வந்தார். നാം ലോകത്തിന്റെ മോഹങ്ങൾക്ക് അധീനരായി ജീവിച്ചുകൊണ്ടിരുന്ന அந்த உலக இச்சைகளுக்கு அடிமைப்பட்டு പാപത്തിൽ കിടന്നപ്പോൾ பாவத்தில் கிடந்தപ്പോൾ യേശു നമ്മെ തേടി വരുവാനായിട്ട് இயேசு நம்ம தேடி അവൻ வந்தார். നമ്മെ വിളിക്കുവാനായിട്ടിടയായി. அவர் நம்மை அழைத்தார். അവൻ നമ്മെ തന്റെ മാർവോട് ചേർത്തണയ്ക്കുവാനായിട്ട് ஆண்டவர் நம்மை சேர்த்து அழைத்தார். വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ എന്ന് പത്രോസ് പറയുക. உங்க அழைப்பையும் தெரிந்து கொள்வதையும் உறுதியாக்கும்படி என்று சொல்லி சொல்கிறார். ആരായിരുന്നു ഈ പത്രോസ്? யார் இந்த பேதுரு? നമുക്കറിയാം, മീൻപിടുത്തക്കാരനായിരുന്നു ഈ പത്രോസ്. இந்த பேதுரு யாராயிருந்தா? மீன் பிடிக்கிறவனாயிருந்தா. സാധാരണ ഒരു മുക്കുവനായിരുന്ന പത്രോസ്. சாதாரணமான ஒரு முக்குவனாயிருந்தா. കേരള കടലിൽ മീൻപിടുത്തത്തിന് മാത്രം പോയിക്കൊണ്ടിരുന്ന മനുഷ്യൻ. எல்லா நாடுகளும் மீன் பிடிக்க மட்டும் போய் கொண்டிருந்தவன். ഒരു ദിവസം യേശു ആ മനുഷ്യനെ തേടി വരുവാനായിട്ട് ஒரு நாள் இயேசு அந்த மனிதனை தேடி வருகிறார். എന്നിട്ട് പറഞ്ഞു, എന്റെ പിന്നാലെ വരിക, ഞാൻ നിന്റെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. நீ ஏன் பின்னாடி வா, நான் உன்னை மனிதனை பிடிக்கிறவனை ഈ மாத்துவேன். വാർത്ത കേട്ടപ്പോൾ അവൻ പടലും വലയും വള്ളവും തന്റെ പിതാവിനെ എല്ലാം വിട്ട് യേശുവിന്റെ പിന്നാലെ ഇറങ്ങി ஒரு തിരിപ്പാൻ. நாள் அவன் வைத்திருந்த படகு வாழ எல்லாத்தையும் விட்டு விட்டு ஆண்டவருக்கு பின்னாடி போகிறான். തന്റെ ഉപജീവനത്തിനുള്ള ഒരേ ഒരു മാർഗമായിരുന്നു ഈ വള്ളവും വലയും ഈ മീനും. இவருடைய வாழ்க்கைக்கு எதிர்காலத்துக்கு ஒரு சரியான ஒரு பொறுப்படியா இருந்தது அந்த வலையும் அந்த படகு தான். എന്നാൽ യേശുവിന്റെ വിളി അവൻ കേൾക്കുകയാണ്. ஆனா இயேசுவின் சத்தத்தை அவன் பார்க்கிறான். എന്റെ പിന്നാലെ വരിക, ഞാൻ നിന്റെ മനുഷ്യരെ പിടിക്കുന്നവനാകും. என் பின்னாடி வா, நான் உன்னை மனுஷனை பிடிக்கிறவனை ഈ மாத்துவேன். ശബ്ദം കേട്ടപ്പോൾ അവൻ പറഞ്ഞു, ഇനി ഇത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് യേശുവിന്റെ പിന്നാലെ പുറപ്പെട്ടു. இப்ப இதெல்லாம் வேண்டாம் என்று சத்தத்தை கேட்டபோது இதெல்லாம் எனக்கு வேண்டாம், இயேசு போதும்னு போக ஆரம்பிச்சான். എന്നാൽ ഈ പത്രോസ് ഇന്ന് ദൈവസഭയ്ക്ക് വേണ്ടി സഭയോട് പറയുകയാണ്, ஆனா இந்த பேதுரு சபையை பார்த்து சொல்லுகிறான், നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. உங்களுடைய அழைப்பையும் தெரிந்து கொள்வதை உறுதியாக்கும்படி ஜாக்கிரதையாயிருங்கள். ഇന്ന് രാത്രിയിൽ ഈ ദൈവസഭയോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാനായിട്ട് உங்க ശ്രമിക്കണം. அழைப்பையும் தெரிந்து கொள்வதை உறுதியாக்குங்கள். നിങ്ങൾ ഇന്നും വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പായില്ല എങ്കിൽ അത് ഉറപ്പ് വരുത്തി മാത്രമേ ഇവിടെ വിട്ട് കടന്നു പോകൂ. ஒருவேளை உங்க அழைப்பு உங்களுக்கு தெரிந்து கொள்வது உறுதியாகாம இருந்தா உங்களுக்கு ஏன் பிறந்த வாழ்ந்தவர் தெரியாம தான் நீங்க இதை உறுதியாக்கிப்படுத்திக் கொள்ளுங்கள். എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്? ஏன் வேதாசனம் இப்படி சொல்லுது? ഉറപ്പില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. அந்த வேதத்தில் இந்த அழைப்பை தெரிந்து கொள்ளணும்னா அது என்ன நடக்கும்? അതിന്റെ 9ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, அது 9ാം വചനത്തെ വാസിங்க. 2 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ വായിച്ചാൽ, 8-9 வாசியுங்கள். இவைகளை உங்களுக்கு உண்டாயிருந்து பெருகினால் உங்களை நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவை அறிகிற அறிவிலே வீணரும் கனியற்றவர்களுமாய் இருப்பீர்கள். கனியற்றமாய் இருக்காது. இவை இல்லாதவன் எவனோ அவன் முன்னே செய்த பாவங்களை தான் சுத்திகரிக்கப்பட்டதை மறந்து கண் சொருகி போன குருடனாய் இருக்கிறார். ஆகையால் சகோதரரே, உங்கள் அழைப்பையும் தெரிந்து கொள்வதையும் உறுதியாக்கும்படி ஜாக்கிரதையாயிருங்கள். വചനം പഠിപ്പിക്കണം, ഉറപ്പില്ലാത്തവർ എങ്ങനെയായിരിക്കും? அதாவது அழைப்பை புரிந்து கொள்ளாத தெரிந்து கொள்ளாதவர்கள் எப்படி இருப்பாங்க? ഒന്നാമതായിട്ട് വചനം പഠിപ്പിക്കുന്ന ഉത്സാഹമില്ലാത്തവരായിരിക്കും. அவன் எப்படி இருப்பாங்கன்னா ஒரு உற்சாகமே இருக்காது. ദൈവത്തിന്റെ വിളിയും തിരഞ്ഞെടുപ്പും നമുക്ക് ഉറപ്പില്ല എങ്കിൽ നാം ഉത്സാഹമില്ലാത്തവരായി മാറ്റപ്പെടും. அந்த அழைப்பையும் தெரிந்து கொள்வதையும் நாம் புரிந்து கொள்ளாமல் இருந்தால் நமக்குள்ள என்ன இருக்காது? ஆண்டவர் ஒரு ஆராதனைக்குள்ள உற்சாகம் இருக்காது, கூட்டத்துக்கு போனதுல உற்சாகம் இருக்காது, ஏதோ வந்த போனோம் இப்படி. വചനം പഠിപ്പിക്കുന്ന ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവോടെ കർത്താവിനെ സേവിക്കണം. அது சொல்லுகிறார், நீங்கள் அழைப்பில் சோர்ந்து போகாமல் எப்படி இருக்கணுமா? சந்தோஷப்படுங்க. ആത്മാവിൽ എരിവോടെ കർത്താവിനെ സേവിക്കുവാനായിട്ട് ஆவியில் அனலாய் இருக்க வேண்டும். ഉത്സാഹത്തോടെ കർത്താവിനെ സേവിക്കണം. உற்சாகத்தோடு ஆண்டவரை ஆராதிக்க வேண்டும்.
வேண்டும். வெளியின் തിരഞ്ഞെടുപ്പ് ഉറപ്പില്ല എങ്കിൽ നാം ഉത്സാഹമില്ലാത്തവരായിട്ട് മാറ്റപ്പെടും. நமக்கு அழைப்பை தெரிந்து கொள்வது உறுதிப்படுத்தலைன்னா ஆண்டவர் மேல நமக்கு எந்த ஒரு அக்கறை இருக்காது. രണ്ടാമതായിട്ട് നാം നിഷ്ഫലന്മാരായി മാറ്റപ്പെടും. நாம் கனியற்றவர்களும் வீணருமாய் மாறிவிடுவோம். എന്തെല്ലാം നാം ചെയ്താലും ഒരു ഫലവും കാണുവാനായിട്ട് കഴിയില്ല. என்னென்ன செஞ்சாலும் ஒரு பலனையும் பார்க்க முடியாது. കാരണം നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഇതുവരെ ഉറപ്പായിട്ടില്ല. കാരണം നമ്മൾ இதுவரைக்கும் நம்ம அழைப்பை தெரிந்து கொள்வது உறுதிப்படுத்தலை. ദൈവം നമ്മെ വിളിച്ചത് എന്തിനായിട്ടെന്ന് അറിയില്ല എങ്കിൽ നാം വിളി തിരഞ്ഞെടുപ്പ് അറിയില്ല എങ്കിൽ നിഷ്ഫലന്മാരായി മാറ്റപ്പെടും. அருமையான நம்ம அந்த அழைப்பை தெரிந்து கொள்வதை நமது அறியாம போனா நம் வீணரும் കണിയറ്റവരുമായി മാറിവിടും. കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു നമ്മെ വിളിച്ചിരിക്കുന്നു തിരഞ്ഞെടുത്തത് നിങ്ങൾ പോയി ഫലം കായ്ക്കുവാനും നിങ്ങളുടെ ഫലം നിലനിൽക്കുവാനും നിങ്ങൾ ആക്കി വെച്ചിരിക്കുകയാണ്. ஏன் ஆண்டவர் நம்மை அழைத்தார்? நீங்கள் போய் கனி கொடுக்கும்படியாகவும் உங்கள் கனி நிலைத்திருக்கும்படியாகவும் உங்களை ஏற்படுத்தினார். എന്തിനു വേണ്ടിയാണ് ദൈവം തിരഞ്ഞെടുത്തത്? എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്? ஆண்டவர் எதற்காக தெரிந்து கொண்டார்? പോയി ഫലം കായ്ക്കുവാൻ, போய் கனி கொடுக்கும்படி, ഫലം നിലനിൽക്കുവാൻ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. போய் கனி கொடுக்கும்படி நம்மை ஏற்படுத்தியிருக்கிறார். എന്നാൽ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കിയില്ല എങ്കിൽ നാം നിഷ്ഫലന്മാരായി മാറ്റപ്പെടും. நாம் அந்த அழைப்பை தெரிந்து கொள்வதை உறுதிப்படுத்தாமல் இருந்தால் நாம் வீணரும் கனியற்றவர்களுமாய் மாறிவிடும். നാം എന്തെല്ലാം ചെയ്താൽ അതിൽ ഒരു ഫലവും ഉണ്ടാകത്തില്ല. எல்லாமே வேற என்ன செஞ்சாலும் நம்ம ஒரு பலனையும் பார்க்க முடியாது. കാരണം നമുക്ക് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്താണെന്ന് എന്തിനു വേണ്ടിയാണെന്ന് അറിയത്തില്ല. നമ്മൾ ആണ്ടവർ എதற்காக അழைത്തിരിக்கிறார் என்று നമുക്ക് தெரியாது. മൂന്നാമതായിട്ട് അവിടെ പറയുന്നത് അവർ കുരുടന്മാരായിരിക്കും. மூன்றாவது அவர்கள் எப்படி இருப்பார்களா? കുരുടர்களായി இருப்பார்கள். എന്ന് പറഞ്ഞാൽ ദൈവം വിളിച്ചത് എന്തിനാണെന്ന് അറിയാതെ യാത്ര ചെയ്യുന്നവർ കുരുടന്മാർ എങ്ങനെ സഞ്ചരിക്കും അതുപോലെ സഞ്ചരിക്കും. அதாவது அழைப்பை தெரிந்து உறுதிப்படுத்தாதவங்க எங்க போறோம், எங்க என்ன ஆனோம், എവിടെയാണ് പോകുന്നതെന്ന് അവർക്ക് അറിയുവാനായിട്ട് കഴിയില്ല. எங்க போய் நம்ம முடிவு எங்க முடிய போகுதுன்னு தெரியாது. എന്തിനു വേണ്ടിയാണ് പോകുന്നതെന്ന് അറിയത്തില്ല. ஏன் இந்த உலகத்துல பிறந்தவங்க கூட தெரியாது. കാരണം വിളിയും തിരഞ്ഞെടുപ്പ് ഇതുവരെ ഉറപ്പാക്കിയിട്ടില്ല. காரணம் அழைப்பையும் தெரிந்து கொள்வதையும் இதுவரைக்கும் என்ன செய்யல, உறுதிப்படுத்தல. നാലാമതായിട്ട് അവിടെ പറയുന്നത് ഹ്രസ്വദൃഷ്ടിയുള്ളവരായിരിക്കുകയാണ്. நாலாவது அது எப்படி இருக்கிறாங்க? ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ ദൂരത്തുള്ളത് കാണുവാനായിട്ട് കഴിയുന്നില്ല. தூரமா இருக்கிற ஒரு தூர தரிசனம் இல்லாதவர்களாய் இருப்பார்கள். നമുക്ക് ഒരു വിഷൻ, ഒരു ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യേണ്ടി വരും. இலக்கில்லாத ஒரு வாழ்க்கை, எங்க போறோம், எங்க அந்த இலக்கில்லாத ஒரு வாழ்க்கை. അത് ഉണ്ടായി വരണമെങ്കിൽ നാം വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാനായിട്ട് அது തയ്യാറാണ്. நமக்குள்ள வரணும்னா நம்ம அழைப்பையும் தெரிந்து கொள்வதை உறுதிப்படுத்த வேண்டும். പഠിപ്പിക്കണം. വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുക. அழைப்பையும் தெரிந்து கொள்வதை உறுதிப்படுத்த வேண்டும். ഇല്ല എങ്കിൽ നാം ഇടറി പോകുവാനായിട്ട് ഇടയായിത്തീരും. இல்லை என்றால் நாம் இடறி போய் விடுவோம். വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കിയവർ വളർച്ച പ്രാപിക്കുവാനായിട്ട് തുടങ്ങും. அந்த அழைப்பையும் தெரிந்து கொள்வதையும் உறுதிப்படுத்துவதும் வளர ஆரம்பிப்பார்கள். ആരാണ് നമ്മെ വിളിച്ചത്? யார் நம்மை அழைத்தவர்? 1 പത്രോസ് 1-14 വാക്യങ്ങൾ. 1 பேதுரு 1 1ஆம் அதிகாரம் 14-15 വാക്യങ്ങൾ. 14-15 വചനങ്ങൾ വാസിക്കാം. എല്ലാ കടപ്പിലും വിശുദ്ധരാകുകയും நீங்கள் முன்னே உங்கள் அறியாமையினாலே கொண்டிருந்த இச்சைகளின்படி நடவாமல் கீழ்ப்படுகிற பிள்ளைகளாயிருந்து உங்களை அழைத்தவர் பரிசுத்தமுள்ளவராய் இருக்கிறது போல நீங்களும் உங்கள் நடக்கைகளில் எல்லாம் பரிசுத்தராயிருங்கள். அவன் விളിച്ച വിശുദ്ധന് ഒത്തവണ്ണം നാം വിശുദ്ധരായിരിക്കും. நாம் அழைத்த ஆண்டவருக்கு விருப்பத்திற்கு ஏற்க நாம் பரிசுத்தராக இருக்க வேண்டும். വിളിച്ചത് വിശുദ്ധനായ ദൈവമാണ്. നമ്മൾ അழைத்தவர் பரிசுத்தரான ஆண்டவர். ആ വിളിച്ച ദൈവത്തിന് ഒത്തവണ്ണം വിശുദ്ധരായിരിക്കാൻ തയ്യാറാണ്. அந்த பரிசுத்தருக்கு ஏற்ற வாழ்க்கை நாம் வாழ வேண்டும். ഹല്ലേലൂയ. ഹല്ലേലൂയ. വിളിച്ചത് വിശുദ്ധനായ ദൈവമാണ്. നമ്മൾ അழைத்தவர் பரிசுத்தரான ஆண்டவர். അതുകൊണ്ട് നാം വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് തയ്യാറാണ്. ആകയാൽ നമ്മൾ பரிசுத்தராக இருக்க விரும்ப வேண்டும். 1 തെസ്സലോനിക്കർ 5:24 പറയുകയാണ്. 1 തെസ്സലോനിക്കർ 5:24 നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. உங்களை அழைத்தவர் உண்மையுள்ளவராக അവൻ അത് നിവർത്തിക്കും. അവൻ നിശ്ചയമായി അവർ ഉണ്മയായിരുന്നു. അവൻ വിളിച്ചവരാണ് വിശ്വസ്തനായ ദൈവമാണ്. നമ്മൾ അழைத்தவர் ഉണ്മയുള്ളവർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നാമതായി നമ്മെ വിളിച്ച ദൈവമാരാണ് വിശുദ്ധനായ ദൈവം. നമ്മൾ അழைத்தவர் யார்? பரிசுத்தர். രണ്ട്, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവം. നമ്മൾ അழைத்தவர் யார்? ഉണ്മയുള്ളവർ. അവൻ വഴിയിൽ വെച്ച് കൈവിടുന്നവരല്ല, അന്ത്യം വരെ സൂക്ഷിപ്പാൻ ശക്തനായ ദൈവം. നമ്മൾ ഇടയില കൈവിടുகிறவர் அல்ல, കടേസി വരയ്ക്ക് കര ചേർக்கிறவர். ഹല്ലേലൂയ. ഹല്ലേലൂയ. വഴിയിൽ നമ്മെ തകർത്തിലായിരുന്നവരല്ല,
അന്ത്യം വരെ സൂക്ഷിപ്പാൻ ശക്തനായ ദൈവം. பாதியில நம்மளை விட்டு விடுகிறவர் அல்ல, கடைசி வரைக்கும் நம்மளை கரை சேர்க்கிற தேவன். ഈ ലോകത്തിൽ നമ്മെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ, இந்த உலகத்துல யாராவது நம்மளை அழைத்தால், നമ്മുടെ പ്രായമൊക്കെ നാം പ്രായം ചെല്ലുമ്പോൾ നമ്മെ അവർ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു വിടുവാനായിട്ടിടയാണ്. அவங்க வயசாகிற போது ரிட்டையர்ட் வயசாச்சு போங்கன்னு அனுப்பிடுவாங்க. പിന്നെ നിങ്ങളെ കൊണ്ട് ഒരു ഉപയോഗമില്ലെന്ന് അവർ കണ്ടിട്ട് അവർ പറഞ്ഞു വിടുവാനായിട്ട് തുടങ്ങും. ஆமா, அவங்களுக்கு பிறகு இந்த வயசான காலத்துல உங்களுக்கு வேலை பார்க்க முடியாது, பார்த்தது போதும்னு சொல்லி நம்மள ஓத கட்டிடுவாங்க. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെ പറഞ്ഞു വിടുന്നവരല്ല, അന്ത്യം വരെ സൂക്ഷിപ്പാൻ ശക്തനായ ദൈവമാണ്. நம்ம ஆண்டவராகிய இயேசு கிறிஸ்து அப்படி நம்மள பாதியில விடுகிறவர் அல்ல, கடைசி வரைக்கும் நம்மள கைவிடாமல் காப்பாற்றுவார். അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെ വിളിച്ച ദൈവം ഉണ്മയുള്ള ദൈവമാണ്. ஆகையினால் உங்களை அழைத்த தேவன் உண்மையுள்ள അവൻ தேவன். വിശ്വസ്തനായ ദൈവമാണ്. அவர் பரிசுத்தமான അവൻ தேவன். വിശുദ്ധനായ ദൈവമാണ്. அவர் பரிசுத்தமான தேவன். അവന്റെ വിശുദ്ധിക്കൊത്തവണ്ണം നാം വിശുദ്ധരായി തീരുവാനായിട്ട് തയ്യാറാണ്. அந்த பரிசுத்தத்திற்கு ஏற்றவாறு நாம் பரிசுத்தராய் இருக்க வேண்டும். എങ്ങനെയാണ് ദൈവം നമ്മെ വിളിച്ചത്? எதற்கு மறுபடியும் நம்ம ஆண்டவர் அழைத்திருக்கிறார்? ഫിലിപ്പിയ ലേഖനം பிலிப்பியர்கள் நிருபம் 3-ാം അധ്യായം 3-ാം அதிகாரம் അതിന്റെ 14-ാമത്തെ വാക്യം. அதுல 3:14. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. பிலிப்பியர் 3:14. பிலிப்பியர் 3:14. ஸ்தோத்திரம். கிறிஸ்து இயேசுவுக்குள் தேவன் அழைத்த பரம அழைப்பின் பந்தய பொருளுக்காக லெக்கை நோக்கி தொடருகிறேன். പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആദ്യം കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. 13. சகோதரரே, அதை பிடித்துக் கொண்டேன் என்று நான் எண்ணுகிறதில்லை. ஸ்தோத்திரம். எண்ணுகிறதில்லை என்று ஒன்று செய்கிறேன், பின்னானவைகளை மறந்து முன்னானவைகளை நாடி பரம அழைப்பின் பந்தய பொருளுக்காக இலக்கை நோக்கி ஓடுகிறேன். പരമവിളിയുടെ വിരുദിനായിട്ടാണ് നാം ഓടുന്നത്. பரம அழைப்பின் பந்தய பொருளுக்காக நான் இந்த இலக்கை நோக்கி ஓடுகிறேன். അത് എങ്ങനെയാണ് വിളിച്ചത്? പരമമായ ഒരു വിളിയാണ്. நம்ம அழைத்திருக்கிற தேவன் பரம அழைப்பு എന്ന് പറഞ്ഞാൽ വിരുദിനായിട്ടാണ് നാം ഓടുന്നത്. நாம் ஓடுவதற்காக ஒரு பந்தய பொருள் பந்தயத்தை ஜெயிப்பதற்காக വെറുതെയല്ല നമ്മെ വിളിച്ചത്, ഓടി ഫിനിഷ് ചെയ്ത് ജയിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചത്. நம்மளை தேவன் அழைத்திருப்பது ஓடி ஜெயிப்பதற்காக, വഴിയിൽ വെച്ച് നശിച്ചു പോകുവാനല്ല, ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചത്. பாதி வழியில நம்ம அழிந்து போவதற்கல்ல, கடைசி வரைக்கும் அவருக்காக ஓடி முடிப்பதற்கு. അനേകർ വഴിയിൽ വെച്ച് പട്ടുപോകുന്നതിന്റെ പിന്നിലെ കാരണം ഇതാണ്, വിളിയെ കുറിച്ച് വലിയ ബോധ്യമില്ലാത്തതുകൊണ്ട്. இந்த அநேகர்கள் பாதியிலே விழுந்து போக காரணம் என்ன தெரியுமா? பாதியிலேயே அவர்கள் என்ன செய்கிறார்கள்? அழைப்பை தெரிந்து கொள்ளாததினால். മനസ്സിലാക്കിയ പത്രോസ് പറയുകയാണ്, വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ ആത്മീകം ശ്രമിപ്പീൻ. அவர் சொல்கிறார், இதெல்லாம் அறிந்து கொண்ட பவுல் சொல்கிறார், ஸ்தோத்திரம். பேதுரு சொல்கிறார், உங்க அழைப்பையும் தெரிந்து கொள்வதையும் உறுதியாக்குங்கள். ഇന്ന് രാത്രിയിൽ നമ്മുടെ വിളിയെ കുറിച്ച് ഒരു വലിയ ബോധ്യം നമുക്കുണ്ടാകണം. நம்ம ஆண்டவர் எதற்காக அழைத்திருக்கிறார் என்கிற ஒரு தெளிவு நம்ம ஒவ்வொருவருக்கும் வேணும். നമ്മെ വെറുതെ അല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. நம்ம ஒவ்வொருவரையும் சும்மா யாரையும் அவர் கூப்பிடல. ദൈവം നമ്മെ വിളിച്ചുവെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ஆண்டவர் இந்த இடத்துல நம்மளை கொண்டு வந்து உட்கார வச்சிருக்கிறாருன்னா, அழைத்திருக்கிறாருன்னா, இதுக்கு பின்னாடி ஆண்டவருக்கு ஏதோ உங்களை குறித்து ஒரு திட்டம் இருக்கு. വചനം പഠിപ്പിക്കുന്ന നന്മയെക്കുറിച്ചും ദൈവത്തിന്റെ പദ്ധതി തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായിട്ടുള്ള പദ്ധതിയാണ്. வேதம் சொல்லுகிறது, நம்ம குறித்து தேவன் நினைத்திருக்கிற நினைவுகள் தீமைக்காக அல்ல, அது நன்மைக்கு ஏதுவான நினைவுகள். അത് നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ. அது நம்ம வாழ்க்கையில என்ன செய்யும்? நிறைவேறியே അത് നിറവേറണമെങ്കിൽ നാം മനസ്സിലാക്കണം, എന്തിനു വേണ്ടിയാണ് എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്. ஆண்டவர் எதற்காக என்னை அழைத்திருக்கிறார் என்று நாம் அறிய வேண்டும். വചനം പഠിപ്പിക്കാൻ നമ്മെ പരമമായ വിളി കൊണ്ട് വിളിച്ചിരിക്കുകയാണ്. ஆவியினால நம்மளை தேவன் அழைத்திருக்கிறாரு, அந்த பரம இலக்கை அடையும்படி நம்மை அழைத்திருக்கிறார். വിശുദ്ധ വിളി കൊണ്ട് നമ്മെ വിളിച്ചിരിക്കുകയാണ്. பரிசுத்த அழைப்பினால் நம்மை அழைத்திருக்கிறார். അവൻ വിശ്വസ്തനായ ദൈവമാണ്, അവൻ വിശുദ്ധനായ ദൈവമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. நம்மை அழைத்திருக்கிறவர் பரிசுத்தமானவர், உண்மையுள்ளவர். അനേകർ ഈ വിളി തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കുന്നത് കൊണ്ട് പരാജയപ്പെടുകയാണ്. ஆகையினால் அந்த அழைப்பும் தெரிந்து கொள்வதை அநேகர்கள் அறிந்து கொள்ளாததுனால, புரிந்து கொள்ளாததுனால അനേകർ മറ്റുള്ളവരെ അനുകരിക്കുവാൻ, മറ്റ് പ്രാസംഗികരെ അനുകരിപ്പാൻ, മറ്റുള്ളവരെ പോലെ പ്രവർത്തിപ്പാൻ തയ്യാറാകുകയാണ്. ஆகையினால் அநேகர் நினைச்சிருக்க, அந்த ஊழியக்காரன மாதிரி நானும் முன்னேறணும், இவரை மாதிரி நானும் என்ன செய்யணும் அப்படின்னு அடுத்த ஊழியக்காரர்களை பார்த்து தான் இடறி விடுகிறார்கள். ദൈവം തന്നെ വിളിച്ചതെന്തിനാണെന്ന് അറിയാത്തതുകൊണ്ട് മറ്റുള്ളവരെ അനുകരിക്കുക. தன்னை ஏன் ஆண்டவர் அழைத்தார் என்று அறியாமல் அடுத்த
എല്ലാവരോടും മത്സരിക്കുവാൻ തയ്യാറാകുക. എല്ലാവരുടെയും സண்டை போட ஆரம்பிக்கிறாங்க. മറ്റുള്ളവരെ ഉപയോഗിക്കുന്ന കാണുമ്പോൾ ഹൃദയത്തിൽ അസൂയ തോന്നുവാനായിട്ട് മറ്റുള്ളവരെ பயன்படுத்த ஆரம்பிக்கிற போது அவருக்கு மேல என்ன பொறாமை வருது. കാരണം വിളിയും തെരഞ്ഞെടുപ്പും അവന്റെ ഹൃദയത്തിൽ ഉറപ്പായിട്ടില്ല. കാരണം அவங்களுடைய வாழ்க்கையில அழைப்பையும் தெரிந்து கொள்வதை உறுதிப்படுத்தல. ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. நான் காரியம் சொல்றேன். ഒരു സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ഉണ്ട്, അതുപോലെ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്. ஒரு பள்ளிக்கூடத்துல ஹெட் மாஸ்டர் ஹெச்எம் இருக்காங்க, கீழ இருக்கிற டீச்சர்ஸ்கள் இருக்காங்க, அங்க இருக்கிற இனியும் நிறைய பணியாளர்கள் இருக்காங்க. ഓരോരുത്തരെയും ഓരോ പോസ്റ്റിൽ നിയമിച്ചിരിക്കുക. ஒவ்வொரு பொறுப்பிலும் ஒவ்வொரு டீச்சர்ஸ்களையும் ஒவ்வொரு பாடத்துக்கு நியமிக்கப்பட்டிருக்காங்க. ഹെഡ് മാസ്റ്ററിനെ വിളിച്ചിരിക്കുന്നത് ഹെഡ് മാസ്റ്റർ പോസ്റ്റിലേക്കാണ്. ஹெச்எம் விളിத்திருப்பது அழைத்திருப்பது ஹெச்எம் அந்த போஸ்டுக்காக. ടീച്ചേഴ്സിനെ വിളിച്ചിരിക്കുന്നത് ടീച്ചിങ് പോസ്റ്റിലേക്കാണ്. இந்த டீச்சர் அழைத்திருப்பது டீச் பண்ணுவதற்காக. എന്നാൽ പിയൂണിനെ വിളിച്ചിരിക്കുന്നത് അവിടുത്തെ മറ്റു കാര്യങ്ങൾ ചെയ്യുവാനായിട്ടാണ്. മറ്റുള്ളവരെ അழைത്തിരുപ്പത് വേറെ കാര്യങ്ങളെ കവനിപ്പதற்கு. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ദിവസം പിയൂൺ വിചാരിക്കുകയാണ്, ഇന്ന് ഞാൻ ഹെഡ് മാസ്റ്ററിന്റെ സീറ്റിൽ ഇരിക്കും. பியூன் சொல்றாரு, இன்னைக்கு நான் போய் ஹெட் மாஸ்டர் உட்கார்ந்திருக்கிற சீட்ல உட்காரணும். എന്നാൽ എല്ലാം ശരിയാവുമോ? இது சரியா இருக்குமா? ഇതാണ് ഇന്ന് പലരും വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നത്. അനേകരുടെ അழைப்பையும் தெரிந்து கொள்வதையும் புரிந்து கொள்ளாதது. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഏതിനായിട്ടാണെന്ന് ഉറപ്പുവരുത്തുവാനായിട്ട് തയ്യാറാകും. ஆண்டவர் அழைத்திருக்கிற அழைப்பு என்னதென்பதை நாம் ஒவ்வொருவரும் அறிந்து கொள்ள வேண்டும். ഡോക്ടറായിട്ട് വിളിക്കപ്പെട്ടവൻ ഡോക്ടറിന്റെ വേല ചെയ്യുവാനായിട്ട് തയ്യാറാകും. மருத்துவர்களால் அழைக்கப்பட்டவர்கள் மருத்துவ பணி செய்யட்டும். മറ്റ് പോസ്റ്റിലേക്ക് വിളിക്കപ്പെട്ടവർ ആ പോസ്റ്റിലുള്ള പണി ചെയ്യുവാനായിട്ട് പണികൾക്ക് അழைக்கப்பട്ടവർ அந்த പണിகளை ചെയ്യட்டும். പ്രാർത്ഥിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകും. ജപം பண்ண தெரிந்து கொள்ளப்பட்டവർ ஜெபம் பண்ணுங்கள். പ്രസംഗിക്കുവാൻ വിളിക്കപ്പെട്ടവർ പ്രസംഗിക്കുവാനായിട്ട് തയ്യാറാകും. பிரசங்கிக்க அழைக்கப்பட்டவர்கள் பிரசங்கம் பண்ணுங்கள். കാറ്റ് കൊടുക്കുവാനായി വിളിക്കപ്പെട്ടവർ അത് ചെയ്യുവാനായിട്ട് തയ്യാറാകും. നോട്ടീസ് കൊടുക്ക അழைக்கப்பட்ட നോട്ടീസ് കൊടുங்கள். അതിന്ന് പകൽക്കാല രാത്രിയിൽ ഉറപ്പുവരുത്തിയ ഇവിടെ വിട്ടുപോകാം. അരുമയാനവരുടെ ഏറവാർന്ന ഉറുതിയെ പെற்றവர்கள் പറയുകയാണ്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ஓ பிரதர் சொல்கிறார், உங்க அழைப்பையும் தெரிந்து கொள்வதையும் உறுதிப்படுத்துங்கள். കർത്താവ് പറയുകയാണ്, എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ചിലരെ അവർ അപ്പോസ്തലന്മാരായി, ஆண்டவர் பவுல் சொல்கிறார், ஸ்தோத்திர, சிலர்களை அப்போஸ்தலர்களாய், ചിലരെ പ്രവാചകന്മാരായി, சிலர்களை தீர்க்கதரிசி, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി ദൈവം നിയോഗിക്കുവാനായിട്ടിടയായി. ഉപദേശികളാக அவர் நியமிக்கிறார். 5 തരം ശുശ്രൂഷകളെ കുറിച്ച് വചനം പഠിപ്പിക്കുക. 5 വിധமான ஊழியங்களை குறித்து അപ്പോസ്തലൻ, ഉണ്ട് അപ്പോസ്തലൻ. എല്ലാവരും പറഞ്ഞ അപ്പോസ്തലൻ. എല്ലാവരും சொல்லுங்க അപ്പോസ്തലൻ. 2 പ്രവാചകൻ, രണ്ടാമത് தீர்க்கதரிசி, 3 സുവിശേഷകൻ, മൂന്നാമത് സുവിശേഷകൻ, 4 ഇടയൻ, നാലാമത് മേയ്പ്പர்கள், 5 ഉപദേഷ്ടാവ്, അഞ്ചാമത് ബോധകர்கள். 5 തരം ശുശ്രൂഷകൾക്കായിട്ട് ദൈവം തിരഞ്ഞെടുക്കുവാനായിട്ട് 5 വിധமான ஊழியத்திற்காக ஆண்டவர் மக்களை தேர்ந்தெடுக்கிறார். രാത്രി ഇവിടെ ആയിരിക്കുന്ന ചിലരെ ദൈവം അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. இருக்கிற பலர்களும் அப்போஸ்தலர்களால் தேர்ந்தெடுக்கப்பட்டவர்கள். ഒരു സഭയ്ക്കകത്ത് ഈ 5 ശുശ്രൂഷകൾ ഒരുപോലെ നടക്കുമ്പോഴാണ് ആ സഭ ജീവനുള്ള സഭയായിട്ട് മാറ്റപ്പെടുന്നത്. ஒரு சபையில 5 விதமான அழைப்புள்ளவர்களும் இருந்தால் தான் அந்த சபை உயிருள்ள சபையா இருக்கும். അല്ലായെങ്കിൽ ആ സഭ ചത്ത സഭയായിരിക്കും, അതിന് ജീവനറ്റ സഭയായിട്ട് മാറ്റപ്പെടും. அப்படி இல்லைன்னா அந்த சபை செத்து போன ஒரு அனுபவத்துல காணப்படும், அது உயிர் இருக்காது. ഇന്ന് രാത്രി ദൈവത്തോട് ചോദിക്കണം, കർത്താവ് എന്തിനായിട്ടാണ് എന്നെ തിരഞ്ഞെടുത്തത്? ராத்திரி வேளையில் ஆண்டவரிடம் கேட்க வேண்டும், ஆண்டவர் എന്തിനു വേണ്ടിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്? எதற்காக என்னை பிரித்தெடுத்தீர்கள்? ചിലരെ അവൻ അപ്പോസ്തലന്മാരായി, சிலர்களை அப்போஸ்தலர், ചിലരെ അവൻ പ്രവാചകന്മാരായി, சிலர்களை தீர்க்கதரிசி, ചിലരെ അവൻ ഇടയന്മാരായി, சிலர்களை அவர் மேய்ப்பர்கள், ചിലരെ ഉപദേഷ്ടാക്കന്മാരായി, சிலர்களை அவர் போதகர்களாக, ഇടയന്മാർ, അങ്ങനെ സുവിശേഷകന്മാർ, 5 തരത്തിലുള്ള ശുശ്രൂഷകൾക്കായി 5 விதமான ஊழியத்திற்காக சிலர்களை அவர் அழைக்கிறார். ഈ 5 തരം ശുശ്രൂഷകളും ഒരു സഭയിൽ ഉണ്ടായേ മതിയാകത്തുള്ളൂ. இந்த 5 விதமான ஊழியமும் ஒரு சபையில இருந்தே ஆக வேண்டும். ദൈവം നിങ്ങളെ ഈ ഭൂമിയിൽ തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിന് നിങ്ങളിൽ ഇതിലൊരു ശുശ്രൂഷ പകർന്നിട്ടുണ്ട്. ஆண்டவர் இந்த சபையை ஆண்டவரை தெரிந்துகொண்ட போதே நமக்கு ஒரு ஊழியத்தை வைத்துத்தான் നമ്മൾ என்ன செய்கிறாரு? ഇതിലേതിനായിട്ട് എന്നെ തിരഞ്ഞെടുത്തു എന്ന് നാം ദൈവത്തോട് ചോദിക്കുവാനായിട്ട് തയ്യാറാകണം. ஓ, என்னை ஆண்டவர் பிரித்தெடுத்திருக்கிறாரா என்று நாம் ஆண்டவர்கிட்ட கேட்க வேண்டும். അറിയാതിരുന്നു കഴിഞ്ഞാൽ നാം പരാജയപ്പെട്ടു പോകുവാനായിട്ട് அது அறியாமல் இருந்தோம் என்றால் நமக்கு வெட்கம்தான். നാം ഹല്ലേലൂയ ഹെഡ് മാസ്റ്ററുടെ സീറ്റിൽ ഹല്ലേലൂയ ഒരു പിയൂൺ പോയി എങ്ങനെ ഇരിക്കുന്നു അതുപോലെ നാം ആയി പോകുവാനായിട്ട് ഇടയാണ്. அந்த ஹெச்எம்முடைய அந்த இருக்கையில ஒரு பியூன் போய் இருந்தா எப்படி இருக்கும், அத மாதிரி ஆயிப்போம் அழைப்பு. നാം നമ്മെ വിളിച്ചത് എന്തിനാണെന്ന് ഉറപ്പുവരുത്തുവാനായിട്ട് തയ്യാറാകണം. നമ്മളെ അழைத்தது எதற்காக என்று நாம் உறுதிப்படுத்திக் கொள்ள வேண்டும். അത് ഉറപ്പുവരുത്തിയാൽ നമ്മിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് அந்த உறுதியாய் கொண்டால் நிச்சயமா தேவன் அவ்வளவு பெரிய காரியத்தை செய்வார்.
முயற்சி செய்ய வேண்டும். ഒന്നാമതായിട്ട് അപ്പോസ്തലൻ. முதலாவதாக அப்போஸ்தலர். ആരാണ് അപ്പോസ്തലൻ? யார் அப்போஸ்தலர்? കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ യേശു ശ്രേഷ്ഠ അപ്പോസ്തലൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് இயேசு கிறிஸ்துவை குறித்து நாம் கற்றுக்கொள்கிற போது அவர் ஒரு சிறந்த தெளிவான அப்போஸ்தலர். അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഈ 5 തരം ശുശ്രൂഷകൾ ഒരുപോലെ നടക്കപ്പെടുവാനായിട്ടിടയായി. இந்த அப்போஸ்தலர்கள் 5 വിധமான ஊழியத்தை ചെയ്യണം. അപ്പോസ്തലനിലൂടെ പ്രവാചക ശുശ്രൂഷ, സുവിശേഷകന്റെ ശുശ്രൂഷ, ഇടയന്റെ ശുശ്രൂഷ, ഉപദേഷ്ടാവിന്റെ ശുശ്രൂഷ ഒരുപോലെ നടക്കപ്പെടുവാനായിട്ട്. இந்த அப்போஸ்தலர் தீர்க்கதரிசனம் சொல்வாரு, சபையை நடத்துவாரு, சுவிசேஷம் சொல்வாரு, ஜனங்களுக்கு சத்தியத்தை சரியா போதிக்கவும் செய்வார். ഇന്ന് രാത്രി ദൈവത്തോട് ചോദിക്കുന്ന കർത്താവേ, എന്നെ അപ്പോസ്തലനായിട്ട് അങ്ങ് കണ്ടിട്ടുണ്ടോ? அப்படி ஆண்டவர்ட்ட நீங்க கேளுங்க, ஆண்டவர் என்ன அப்படி அப்போஸ்தலனாக பிரித்தெடுத்திருக்கிறீரா? അപ്പോസ്തലന്റെ ഉത്തരവാദിത്തമാണ് പുതിയ ദേശങ്ങളെ തേടി ചെല്ലുക, അവിടെ ചിലരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുക, അവിടെ ദൈവസഭ സ്ഥാപിക്കുക, അവരെ ഉറപ്പിക്കുക, അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെട്ടു പോകുക. அப்போஸ்தலனுடைய வேலை புதிய இடங்களுக்கு செல்வது, அங்க மக்களுக்கு சத்தியத்தை சொல்லுவது, அவங்களை கடவுள் பக்கமா வழிநடத்துவது, சபையை உருவாக்குவது, அங்க சபையை உருவாக்கிட்டு வேற இடத்துக்கு போவது. എന്നാൽ അപ്പോസ്തലന്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികൾ വരുവാനായിട്ടിടയായി. அந்த அப்போஸ்தலனுடைய ஊழியத்தில் அநேக பிரச்சனைகளும் நிந்தைகளும் அவமானங்களும் ഹെരോദാക്കന്മാർ അവർക്കെതിരായിട്ട് അപ്പോസ്തലന്മാർക്കെതിരായിട്ട് എഴുന്നേൽക്കുവാനായിട്ടിടയായി. அப்போஸ்தலனுக்கு விரோதமா அநேகர் எழும்புவார்கள். ഹെരോദാവിന്റെ ശക്തി എഴുന്നേൽക്കുവാനായിട്ട് ஏரோதுடைய வல்லமைகள் அப்போஸ்தலனுக்கு விரோதமாக ഒരു അപ്പോസ്തലൻ അതിനെ ജയിച്ച് സഭയെ പണിത് മുന്നേറുവാനായിട്ടിടയായി. ஒரு அப்போஸ்தலன் ஏரோது வல்லமைகளையும் ஜெயித்து சபையை முன்னேற்றத்துக்கு நேரம் வழி நடத்துவார். രാത്രി ഈ ആലയത്തിൽ ചില അപ്പോസ്തലന്മാരെ ദൈവാഭിഷേകം ചെയ്യുവാനായിട്ട് இந்த ആഗ്രഹിക്കുന്നു. ராத்திரி வேளையில பல அப்போஸ்தலர்களை உருவாக்க என் தேவன் விரும்புகிறார். കർത്താവിനോട് ചോദിച്ചാൽ കർത്താവേ, എന്നെ എന്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്? ஆண்டவரே கேளுங்க, ஆண்டவரே எதற்காக என்னை அழைத்திருக்கிறீர்? അപ്പോസ്തലിക അഭിഷേകത്തെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നമ്മുടെ മേൽ പകരുവാനായിട്ടിടയായി. அப்போஸ்தலர் அபிஷேகத்தை இந்த ராத்திரி வேளையிலே நம்ம எல்லாரும் மேலே அவர் ஊற்றட்டும். നിങ്ങൾ അപ്പോസ്തലനാണെങ്കിൽ നിങ്ങളുടെ മേൽ അപ്പോസ്തലിക അഭിഷേകത്തെയും நீங்க പകരുവാനായിട്ടിടയായി. அப்போஸ்தலர்கள் என்று சொன்னா இன்னைக்கு அந்த அப்போஸ்தலர் அபிஷேகத்தை ஆண்டவர் மேல ஊற்றட்டும். അപ്പോസ്തലനായിരിക്കുക എളുപ്പമുള്ള കാര്യമല്ല. പുതിയ ദേശങ്ങളിലേക്ക് പുറപ്പെട്ടു പോയി ദൈവത്തിലേക്ക് ജനത്തെ നയിക്കുകയാണ് ഒരു അപ്പോസ്തലന്റെ പണി. அப்போஸ்தல ஊழியம் என்பது சாதாரண ஊழியம் அல்ல. அது புறப்பட்டு புது இடங்களுக்கு, புது பட்டண கிராமங்களுக்கு போய் சபைகளை ஸ்தாபிப்பது. അതിനെ പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെല്ലാവരും അപ്പോസ്തലിക ശുശ്രൂഷ ചെയ്യുവാനായിട്ടിടയായി. வேதத்துல பார்க்கிற போது 12 சீடர்களும் அப்போஸ்தல ஊழியத்தை செய்தவர்கள். അതിലൊരുവനായ തോമസ് ലീഗ ഇന്ത്യയിലേക്ക് കടന്നു വരുവാനായിട്ടിടയായി. அதுல ஒருவராக இருந்தவர் தோமா தான் இந்தியாவுக்கு கடந்து வந்தார். ഈ കേരളക്കരയിലും തമിഴ്നാടിലും ഒക്കെ അവൻ സഭകളെ സ്ഥാപിക്കുവാനായിട്ടിടയായി. கேரளாவிலையும் தமிழ்நாடு முழுவதிலையும் அவர் அநேக சபைகளை உருவாக்கினவர் தோமா. അപ്പോസ്തലന്റെ ഭാഷ ഒരു വിഷയമല്ല, മറ്റ് കാലാവസ്ഥകൾ വിഷയമല്ല. അപ്പോസ്തലൻ കർത്താവിന് വേണ്ടി എന്തും ത്യജിക്കുവാൻ തയ്യാറായവരാണ് അപ്പോസ്തലൻ. அப்போஸ்தலர்களுக்கு மொழி ஒரு பிரச்சனை இல்ல, இயற்கை வயசு வரம்பு ஒண்ணுமே பிரச்சனை இல்ல, போயிட்டே இருப்பாங்க. എന്നാൽ അവനിലൂടെ ദൈവസഭ പണിയപ്പെടുവാനായിട്ടിടയാകും. அவர்கள் மூலமாக சபைகள் கட்டப்பட்டு கொண்டே இருக்கும். ഈ രാത്രിയിൽ ദൈവം ചില അപ്പോസ്തലന്മാരെ ഇതിനകത്ത് തേടിക്കൊണ്ടിരിക്കുകയാണ്. சில அப்போஸ்தலர்களை ஆண்டவர் இந்த வேளையில இந்த இடத்துல தேடிக்கொண்டிருக்கிறார். കർത്താവിന്റെ കരങ്ങളിലേക്ക് കാല് സമർപ്പിപ്പാൻ തയ്യാറാകുമോ അവരുടെ മേൽ ഈ അപ്പോസ്തലിക അഭിഷേകത്തെയോ പകരുവാനായിട്ടിടയാകും. யார் ஆண்டவருடைய கரங்களிலே தங்களை ஒப்புக் கொடுப்பார்களோ அவர்களுக்கு ஸ்தோத்திரம், அப்போஸ்தல அபிஷேகத்தை ചിലരെ ദൈവം അപ്പോസ്തലന്മാരായി അഭിഷേകം ചെയ്യും. சிலர்களை அவர் அப்போஸ்தலர்களாக அபிஷேகம் செய்கிறார். അപ്പോസ്തലനെ കുറിച്ച് പറയുന്നു, അപ്പോസ്തലന്മാർ യേശുവിന് വേണ്ടി മരിപ്പാനും തയ്യാറായവരാണ് അപ്പോസ്തലന്മാർ. அப்போஸ்தலர்களை குறித்து வேதம் சொல்கிறது, ஆண்டவருக்காக ஜீவனையும் கொடுக்க துணியுகிறார். യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഹല്ലേലൂയ യോഹന്നാൻ സ്നാപകൻ ഒഴിച്ച് മറ്റെല്ലാവരും യേശുവിന് വേണ്ടി രക്തസാക്ഷികളായി തീരുവാനായിട്ട്. அருமையானவர்களே, யோவான் தவிர அத்தனை பேரும் இயேசுவுக்காக இரத்த சாட்சிகளாய் மரித்தவர்கள். ചിലർ കുന്തത്താൽ കുത്തേൽക്കപ്പെട്ടു, ചിലർ ഛേദനം ചെയ്യപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു. അങ്ങനെ പല വിധത്തിൽ യേശുവിന് വേണ്ടി രക്തസാക്ഷികളായവരാണ് അപ്പോസ്തലന്മാർ. அநேக அப்போஸ்தலர்கள் தலை துண்டிக்கப்பட்டது, சிரசேதனம் பண்ணப்பட்டார்கள், அம்பால் குத்தப்பட்டார்கள், பலர்களையும் ஆண்டவர் கொலை செய்தார்கள், சிலுவையில் அறையப்பட்டார்கள். இவர்கள் அப்போஸ்தலர்கள். ക്രിസ്തുവിന് വേണ്ടി എന്തുമായി തീരുമാൻ തയ്യാറാകുന്നവരാണ് അപ്പോസ്തലൻ എന്ന് പറയുന്നത്. இயேசுவுக்காக எதையும் செய்ய துணிந்தவர்கள் தான் அப்போஸ்தலர்கள். രാത്രി കർത്താവിനോട് ചോദിച്ചാണ്, കർത്താവേ, എന്നെ എന്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്? இந்த ராத்திரி வேளையில கேளுங்க, ஆண்டவரே எங்களை எதுக்காகத்தான் அழைத்தீர்கள்? പ്രായം വിഷയമല്ല, നിങ്ങളുടെ കഴിവുകൾ വിഷയമല്ല. ദൈവത്തോട് ചോദിച്ചാൽ ദൈവമേ, അങ്ങനെ എന്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്? உங்களுக்கு வயசு பிரச்சனை இல்ல, உங்களுக்கு இருக்கிற
எப்பவுமே கடவுளுக்கு ஒரு பிரச்சனையே கிடையாது. ஆண்டவரை பார்த்து கேளுங்கள். ദൈവ ശക്തി നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ അത് നമ്മെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശക്തീകരിക്കുകയാണ്. ஆண்டவருடைய வல்லமை நம்ம மேல ஊற்றப்படுகிற பொழுது அதற்காக நாம் வாழ வேண்டும். രണ്ടാമതായിട്ട് പ്രവാചക ശുശ്രൂഷ, இரண்டாவது தீர்க்க தரிசன ஊழியம். രണ്ടാമത് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ചൂണ്ടുവിരലിനെ കാണിക്കുക. தீர்க்க தரிசனம் என்று சொல்லுகிற போது விரலிட்டு சொல்வது എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ നോക്കി അവന്റെ ജീവിതത്തിലെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്നവനാണ് പ്രവാചകൻ. ஒவ்வொரு மனிதனை பார்த்து அவங்களுடைய குறைவுகளை நிறைவுகளை தெளிவாய் வெளிப்படுத்தி சொல்லுகிறவன் தான் தீர்க்கதரிசி. രാത്രിയിലും ദൈവം പ്രവാചകന്മാർക്കായിട്ട് കാത്തിരിക്കുകയാണ്. இந்த ராத்திரி வேளையில அப்படி வெளிப்பாடு சொல்லக்கூடிய தீர்க்கதரிசிகளுக்காக தேவன் காத்திருக்கிறார். കാലത്ത് കള്ള പ്രവാചകന്മാർ യേശുവെമ്പാടും എഴുന്നേറ്റുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തെ ഉള്ളതുപോലെ വിളിച്ചു പറയുന്ന ചില പ്രവാചകന്മാരെ ഈ ആലയത്തിന്റെ ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. அநேக கள்ள தீர்க்கதரிசிகள் தேசம் முழுவதும் பெருகி இருக்கிற நாட்கள்ல சத்தியத்தை உண்மையாய் சொல்லுகிற தீர்க்கதரிசிகளை தேவன் ഭൗതിക നന്മകളെ മാത്രം പറയുന്ന പ്രവാചകന്മാരെ കൊണ്ട് നമ്മുടെ ദേശം നിറയപ്പെട്ടിരിക്കുമ്പോൾ തെറ്റിനെ വിളിച്ചു പറയുന്ന ചില പ്രവാചകന്മാർക്കായി പ്രവാചകിമാർക്കായി സ്വർഗ്ഗത്തിലെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ஆசீர்வாதங்களை மட்டும் சொல்லுகிற தீர்க்கதரிசிகள் அல்ல. பாவத்தை பாவம் என்று யாராய் இருந்தாலும் தலைவராய் இருந்தாலும் சாதாரண தொண்டராய் இருந்தாலும் அதை உள்ளபடி சொல்லுகிறவன் தான் தீர்க்கதரிசி. മുഖത്ത് നോക്കി പാപത്തെ കുറിച്ച് വിളിച്ചു പറയുന്ന ചില പ്രവാചകന്മാർ ഇന്ന് രാത്രിയിൽ പ്രവാചകിമാർ ഇതിനകം തെരഞ്ഞെടുക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. முகத்தை பார்த்து தப்பென்று சொல்லக்கூடிய தீர்க்கதரிசிகளை ஆண்டவர் எழுப்ப விரும்புகிறார். ദാവീദ് എന്ന മഹാരാജാവ് പാപം ചെയ്യുവാനായിട്ടിടയായി. தாவீது பெரிய ஒரு ராஜாதான். அவன் பாவம் செய்ய ஆரம்பிச்சிட்டான். വചനം പഠിപ്പിക്കുന്നു താൻ ഹല്ലേലൂയ ബർശേബയെ ഊരിയാവിന്റെ വൈഫ് ഭാര്യയെ തനിക്ക് സ്വന്തമാക്കുവാനായിട്ടിടയായി. ഊരിയാവിന്റെ മனைவியை അവൻ எழுதிட்டான். தனக்கு மனைவியாக்கி கொண்டான். ഊരിയാവിനെ അവൻ ചതിച്ചു കൊലപ്പെടുത്തുവാനായിട്ടിടയായി. அந்த பாருங்க மனைவியை தனக்கு மனைவியாக்கி கொண்டு இன்னொரு மனைவியை அவனையும் அந்த கொலை செய்ய ആരംഭിച്ചിട്ടാൻ. ഹല്ലേലൂയ ദാവീദ് വീണ്ടും സങ്കീർത്തനങ്ങൾ എഴുതുന്നു, ദൈവത്തിനായിട്ട് പാടുന്നു. കൊട്ടാരത്തിലായിരിക്കുമ്പോൾ നാഥാൻ പ്രവാചകൻ അവന്റെ അരികിലേക്ക് വരികയാണ്. സ്തോത്രം. അരമനയിൽ ഇരിക്കുന്ന പൊഴുது അവനിടത്തിൽ ഒരു ദീർഘദർശി വരുகிறார். അവൻ ഇതെല്ലാം ചെയ്തിട്ട് വീണ്ടും പാടുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, എല്ലാം ചെയ്തുകൊണ്ട് സാധാരണ രീതിയിൽ ജീവിച്ചു വരികയാണ്. അവൻ പാപത്തെ ചെയ്തുവിട്ട് അവൻ ആണ്ടവരെ തുതിக்கிறான், ആരാധിக்கிறான், நல்லவனாக நடிக்கிறான். എന്നാൽ നാഥാൻ പ്രവാചകൻ വിരൽ ചൂണ്ടി പറയുവാനായിട്ടിടയായി. നാഥാൻ ദീർഘദർശി ചൊല്ലുகிறார் അവനെ பார்த்து. അവൻ ഒരു കഥയിലൂടെ അവതരിപ്പിച്ച് ഒടുവിൽ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ஒரு கதையை சொல்லி கதையின் வாயிலாக வந்து அந்த மனுஷன் யார் என்று தாவீது கேட்கிற போது அந்த மனுஷன் நீதான் அப்படிங்கிறார். ദാവീദ് പറഞ്ഞു, ആ മനുഷ്യൻ മരണ യോഗ്യനായ മനുഷ്യനാണ്. அந்த മനുഷ്യൻ കൊലയ്ക്ക് നിയമിക്കപ്പെട വേണ്ടിയവൻ. എന്നാൽ നാഥാൻ പ്രവാചകൻ പറയുന്നു, ആ മനുഷ്യൻ നീ തന്നെ. அந்த മനുഷ്യൻ നീதான். ഇതാണ് ഒരു പ്രവാചകൻ എന്ന് പറയുന്നത്. இதுதான் ഒരു தீர்க்கதரிசி. രാത്രിയിൽ ഇപ്രകാരമുള്ള പ്രവാചകന്മാർ നമ്മുടെ ദേശത്തിൽ എഴുന്നേൽക്കപ്പെടും. இப்படிப்பட்ட தீர்க்கதரிசிகள் நம்ம தேசத்தில் ഇപ്രകാരമുള്ള പ്രവാചകന്മാർ ഇന്ത്യ രാജ്യത്തിൽ എഴുന്നേൽക്കപ്പെട്ടേ മതിയാകും. தீர்க்கதரிசிகள் ഈ ഒടുവിലത്തെ കാലയളവിൽ അനേക പ്രവാചകന്മാർക്കായി സ്വർഗ്ഗത്തിലെ ദൈവം കാത്തിരിക്കുകയാണ്. இந்த கடைசி நாட்களில் மெய்யான உண்மையான தீர்க்கதரிசிகளுக்காய் பரலோகம் காத்திருக்கிறது. രാത്രി ഈ സഭയ്ക്കകത്ത് ചിലർ അഭിഷേകം ചെയ്യപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് ராத்திரி வேளையிலே இந்த சபைக்குள்ள இருக்கிற நிறைய பேர் அபிஷேகம் பண்ணப்பட வேண்டும் என்று நான் ஜெபிக்கிறேன். വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. அழைப்பையும் தெரிந்து கொள்வதை நீங்கள் உறுதிப்படுத்தி ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി ദൈവം അഭിഷേകം ചെയ്യുവാനായിട്ടിടയായി. சிலர்களை தீர்க்கதரிசிகளாய், சிலர்களை ஒரு சுவிசேஷகர்களாய் ஆண்டவர் பிரித்தெடுக்கிற அப்போஸ்தலர்களாக. പാപം ചെയ്തിട്ട് ഒരുവൻ വന്നു കഴിഞ്ഞാൽ അവന്റെ പാപത്തെ ചൂണ്ടിക്കാണിക്കുന്നവനാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. பாவம் ஒரு மனிதன் செய்து வருகிற பொழுது அந்த பாவத்தை சொல்லுகிறவன் தான் தீர்க்கதரிசி. അപ്പോസ്തലിക ശുശ്രൂഷ എന്ന് പറയുന്നത് അധികാരത്തിന്റെ ശുശ്രൂഷയാണ്. அப்போஸ்தല ஊழியம் என்பது அதிகாரத்தின் ஊழியம். ഒരു പാപം ചെയ്ത വ്യക്തി അവന്റെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ അവന്റെ അവിടെ നിൽക്കുവാൻ കഴിയത്തില്ല. അതാണ് അപ്പോസ്തലിക ശുശ്രൂഷ എന്ന് ஒரு പറയുന്നത്. மனிதன் பாவம் செய்திട്ട് வந்து நிற்க முடியாது. அதுதான் அப்போஸ்தല ஊழியம். അതാണ് നാം വചനത്തിൽ വായിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നതാണ്. ഹല്ലേലൂയ. അനന്യാസും സഫീറയും തെറ്റ് ചെയ്തിട്ട് അപ്പോസ്തലന്മാരുടെ മുൻപിൽ കള്ളം പ്രവർത്തിച്ചു വന്നു അവിടെ മരണപ്പെട്ട് വീഴ്ത്തപ്പെടുവാനായിട്ട്. அனனியாவும் சபீராவும் இப்படித்தான் தவறு பண்ணிவிட்டு பொய் சொல்லிவிட்டு அப்போஸ்தலனுடைய பாதத்தில் வந்தபோது அவர் இருவரும் மரித்து விடுகிறார்கள். കാരണം ഇന്ന് ഹല്ലേലൂയ അപ്പോസ്തലന്മാർ നമ്മുടെ സഭകളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. இந்த நாட்களில் அப்படிப்பட்ட அப்போஸ்தலர்கள் சபைகளில் இல்லை, குறைந்து கொண்டிருக்கிறது.
ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ദേശത്തിൽ ഹല്ലേലൂയ ശക്തന്മാരായ അപ്പോസ്തലന്മാരെ എഴുന്നേൽപ്പിക്കണമേ. எத்தனை பேர் அப்படி ஜெபிக்க முடியும்? எங்க தேசத்துல அப்படி மெய்யான அப்போஸ்தலர்களை ஏற்படுத்துவாங்க. ശക്തരായ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കണമേ. ஆண்டவரே, நல்ல உண்மையை ഇന്ത്യ രാജ്യത്തിൽ ശക്തന്മാരായ അപ്പോസ്തലന്മാരെ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കണമേ. இந்தியாவுல மெய்யான அப்போஸ்தலர்களை மெய்யான தீர்க்கதரிசிகளை எழுப்புவாங்க. ചിലരെ ദൈവം അപ്പോസ്തലന്മാരായ പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുകയാണ്. இந்த நாட்களில் ஆண்டவர் அநேக அப்போஸ்தலராக ദേശത്തിൽ അധികാരത്തോടെ കാൽച്ചവിട്ടി പൈശാചികളെ കോട്ടകളെ തകർക്കുന്ന അപ്പോസ്തലന്മാർ എഴുന്നേൽക്കപ്പെടട്ടെ. அதிகாரத்தோட போய் கால்களை மிதித்து அந்தகார வல்லமைகளை சாத்தான் கோட்டைகளை இடிக்கிறவர்களை അപ്പോസ്തലരെ ദേശത്തിൽ കാൽച്ചവിട്ടിയാൽ ആ ദേശത്തിൽ അന്ധകാര ശക്തികൾ കീഴടങ്ങുവാനായിട്ട് அப்போஸ்தலர் கிராமத்துல மிதிக்கிற போது அந்த கிராமத்தில் இருக்கிற வல்லமைகள் அழிந்து போய்விடும். അപ്പോസ്തലരുടെ ദേശത്തിൽ കാൽച്ചവിട്ടിയാൽ അവിടെ ദൈവസഭ പണിയപ്പെടുവാനായിട്ട് அப்போஸ்தலர் கால்கள் படுகிற போது அங்க சபைகள் கட்டப்படும். ഇന്ന് രാത്രിയിലും അതേ അഭിഷേകം നമ്മുടെ മേൽ പകരപ്പെടുകയാണ്. அதே அபிஷேகம் ആ കരങ്ങളെ തട്ടി അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. അഭിഷേകം, ചിലരുടെ പ്രവാചക അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ രാത്രിയിൽ പകരുന്നു. അഭിഷേകത്തെ സ്വീകരിച്ചത് ശക്തന്മാരായ പ്രവാചകന്മാർ എഴുന്നേൽക്കപ്പെടട്ടെ. നമ്മുടെ ദേശത്തിൽ അപ്പോസ്തലന്മാർ എഴുന്നേൽക്കപ്പെടണം. நம்ம தேசத்தில் அப்போஸ்தலர்கள் எழுப்ப வேண்டும். പ്രവാചകന്മാർ എഴുന്നേൽക്കപ്പെടണം. தீர்க்கதரிசிகள் எழுப்ப வேண்டும். എന്താണ് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ? தீர்க்கதரிசனம் என்ன? ദൈവത്തിന്റെ നാവായി നിന്നുകൊണ്ട് സംസാരിക്കുന്നവനാണ് പ്രവാചകൻ. தேவனுடைய நாவாய் இருப்பவன் தான் தீர்க்கதரிசி. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. യെരേമിയ தீர்க்கதரிசி இப்படி சொல்லுகிறார். നീ അധമമായി ഒഴിച്ച് ഉത്തമമായി പ്രസ്താവിച്ചാൽ നിന്റെ നാവ് എന്റെ നാവായി മാറ്റപ്പെടും. അതായത് ഉള്ളതെ ഉള്ളതെന്നും ഇല്ലതെ നീ അധമമായി ഒഴിച്ച് ഉത്തമമായി പ്രസ്താവിച്ചാൽ നിന്റെ നാവ് ദൈവത്തിന്റെ നാവ് പോലെ അക്രമത്തെ ഓരം കെട്ടി സത്യത്തെ സത്യമായി നീ ബോധിത്താൽ ഉன்னுடைய നാവ് നീതിമാനുடைய നാവ് എന്ന് சொல்லப்படும். വായിച്ചാൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 16-ാമത്തെ വാക്യം. യെരേമിയ 15:16 വാസിക്കുക. യെരേമിയ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും. 19-ാമത്തെ വാക്യം വായിച്ചാൽ 15:19 இது நிமித்தம் நீ திரும்பினால் நான் உன்னை திரும்ப சீர்படுத்துவேன். என் முகத்துக்கு முன்பாக நிலைத்திருப்பாய். நீ தீர்ப்பான நின்று விடுதலை பெற்றாய். பிரித்தெடுத்தல் என் வாயிலோடு இருப்பாய். நீ அவர்களிடத்தில் திரும்பாமல் அவர்கள் உன்னிடத்தில் திரும்புவார்கள். പ്രവാചകനെ കുറിച്ച് പറയുകയാണ്, അധമമായി ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കണം. நீ தீர்ப்பானது நின்று விடுதலை பெற்றதை பிரித்தெடுத்தார். എന്നാൽ നിന്റെ നാവ് ദൈവത്തിന്റെ നാവായിട്ട് മാറ്റപ്പെടും. அப்போது உனது அதாவது தீர்ப்பானது சொன்ன கடவுளுக்கு அருவருப்பாய் இருக்கிற அதில் இருந்து நல்லவர்களை பிரித்தெடுக்க வேண்டும். എന്നാൽ നിന്റെ നാവ് ദൈവത്തിന്റെ നാവായിട്ട് മാറ്റപ്പെടും. அப்படி உண்மையை பேசினா உன்னுடைய நாவு தேவனுடைய நாவாய் மாறும். ഹല്ലേലൂയ. വായി തുറന്ന് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം പുറപ്പെടുവാനായിട്ട് நம்ம வாயிலிருந்து வாயை திறக்கிற போது தேவனுடைய சத்தம் வெளிப்படும். സിംഹം ഗർജിക്കുന്നത് പോലെ ദൈവ ശബ്ദമായിട്ട് അത് പുറപ്പെടുവാനായിട്ട് சிங்கம் கர்ஜிப்பதைப் போல தேவனுடைய சத்தம் உன்னிலிருந்து வெளிப்படும். ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു ഈ പ്രവാചക അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമെന്ന്? அப்ப நீங்க ஜெபம் பண்ணணும், ஆண்டவரே அந்த தீர்க்கதரிசன அபிஷேகத்தால் என்னை நிரப்பி. ദൈവം ചിലരുടെ മേൽ ആ പ്രവാചക അഭിഷേകം പകരുവാനായിട്ട് ഇഷ്ടപ്പെടുകയാണ്. சிலர்கள் மேல் அந்த அபிஷேகத்தை നിങ്ങൾ സാധാരണക്കാരല്ല, നിങ്ങളെ പ്രവാചകന്മാരായി പ്രവാചകിമാരായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. நீங்க சாதாரணமானவர்கள் அல்ல, உங்களை தீர்க்கதரிசிகளாக தேவன் பிரித்தெடுத்திருக்கிறார். അധമമായി ഒഴിച്ച് ഉത്തമമായി പ്രസ്താവിച്ചാൽ ദൈവത്തിന്റെ വായായി മാറ്റപ്പെടുവാനായിട്ട് தீர்ப்பானதை விட்டு விட்டு உண்மையானதை நீ பேசினால் நீ கர்த்தருடைய பிரியமானவனை அழைக்கப்படுவாய். ദൈവത്തിന്റെ പ്രവാചകന്മാരെ ദൈവത്തിന് ആവശ്യമായിരിക്കും. ஆண்டவருடைய தீர்க்கதரிசிகள் ஆண்டவருக்கு தேவை. കഴിഞ്ഞ ശക്തന്മാരായ പ്രവാചകന്മാർ ദേശത്തിലുണ്ടായിരുന്നു. கடந்த நாட்கள்ல வல்லமையான தீர்க்கதரிசிகள் தேசத்தில் இருந்தார்கள். ഡേവിഡ് ടെറൽ എന്നൊരു ദൈവദാസനെ കുറിച്ച് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ
വാക്കുകൾ കേൾക്കുവാനായിട്ടിടയായി. ഡേവിഡ് എന്ന് சொல்லக்கூடிய ഒരു ദേവ മനുഷ്യനെ ദീർഘദർശി കുറിച്ച് இப்படி കേട്ട് അദ്ദേഹം ഈ കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ വന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാനായിട്ട് കേരളത്തിലെ പല ഇടത്തിൽ തെങ്കാശി അവർ പല ഇടങ്ങളിലും തെങ്കാശിക്കാണ് വന്നിരിக்கிறார். അദ്ദേഹം ശക്തമായിട്ട് യേശുവിനെ പ്രസംഗിച്ച ഒരു പ്രവാചകനായിരുന്നു. ആണ്ടവരെ പറ്റി அப்படி നല്ല പ്രസംഗം പറഞ്ഞ ഒരു ദേവ മനുഷ്യൻ. ആ നാളുകളിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഒരു പ്രവാചക ശബ്ദം ഇങ്ങനെ വിളിച്ചു പറയുവാനായിട്ട് അവർ പ്രസംഗിക്കുന്നപ്പോൾ ഒരു ദീർഘദർശി இப்படி சொன்னார். അദ്ദേഹം ഒരു ദിവസം ഹോട്ടൽ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച ഇതാണ്. സമുദ്രം 100 അടിയോളം ഉയരത്തിൽ ഇങ്ങനെ ആ കേരള തീരത്തിലേക്ക് കടന്നു വരുന്നതായിട്ട്. அவர் ஹோட்டல்ல தங்கி இருந்தபோது சமுத்திரம் கடல் அலைகள் அப்படியே ரொம்ப உயரமான நிலையில கடல்ல அது கிளம்பி வரதை பார்த்தார். അദ്ദേഹം ഇങ്ങനെ ആ കൺവെൻഷൻ സ്റ്റേജിൽ വിളിച്ചു പറയുവാനായിട്ടിടയായി. കേരള തീരത്തിലേക്ക് ഒരു വലിയ തിരമാല ഇങ്ങനെ ഉയർന്നു വരുന്നതായിട്ട് ഞാൻ കാണുകയാണ്. കേരള കടൽക്കരയിലെ ഒരു ഭയങ്കരமான ഒരു കടൽ അலை സുനാമിനെ ചൊല്ലാമ കടൽ അலை ഉയർന്നു വരുമെന്ന് சொன்னார். എന്നാൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം അതിന് പരിഹാരം തരുമെന്ന് ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു. നിങ്ങൾ ജപം பண்ணினால் உங்களுக்கு விடுதலை கிடைக்கும், പരിഹാരം ഉണ്ടാകും. ജനമെല്ലാം നിലവിളിയോടെ പ്രാർത്ഥിപ്പാനായിട്ടിടയായി. എല്ലാ ജനങ്ങളും കണ്ണീരോട് കൂടെ ജപിക്കാൻ. അന്ന് രാത്രി തന്നെ പിന്നെയും വിളിച്ചു പറഞ്ഞു, ആ തിരമാലകൾ കേരള തീരം വിട്ട് തമിഴ്നാടിന്റെ സൈഡിലേക്ക് പോകുന്നതായിട്ട് ഞാൻ കാണുന്നു എന്ന് ആ മനുഷ്യൻ വിളിച്ചു പറയുവാനായിട്ടിടയായി. തമിഴ്നാട് സൈഡിൽ அதே அவர் சொன்னார். அன்னைக்கு ராத்திரியே சொன்னார், நீங்க அழுது ஜெபம் பண்ணதுனால அந்த கடலலை இங்க குறைந்து வேகம் குறைந்து தமிழ்நாடு நோக்கி அது போகுது. ചില ദിവസങ്ങൾക്ക് ശേഷം സുനാമിയായിട്ട് ആ തിരമാലകൾ ഉയർത്തപ്പെടുവാനായിട്ടിടയായി. நாட்கள் கழித்து அது சுனாமி என்கிற வடிவில தமிழகம் முழுவதும் பெரிய அழிவை ஏற்படுத்தி രാത്രിയിലും ശക്തമായിട്ട് ദേശത്തെ നോക്കി പ്രവചിക്കുന്ന പ്രവാചകന്മാർക്കായിട്ട് കർത്താവ് കാത്തിരിക്കുകയാണ്. அருமையானவர்களே, இந்த நாட்களிலும் வல்லமையான நிலையில தீர்க்கதரிசனம் சொல்லக்கூடிய தீர்க்கதரிசிகள் വചനം പഠിപ്പിക്കുകയാണ്. ദൈവം ദേശത്തിൽ ചിലത് ചെയ്യുന്നതിന് മുൻപ് തന്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അറിയിക്കാതെ ഒന്നും ചെയ്യുന്നില്ല. வேதம் சொல்கிறது, ஒரு தேசத்துல ஒரு காரியத்தை அவர் செய்யணும்னா தீர்க்கதரிசிகளுக்கு தெரியாமல் அவர் எதையுமே செய்வது இல்லை. രാത്രിയിൽ പ്രവാചകനാണെങ്കിൽ നിന്നെ അറിയിക്കാതെ ഈ ദേശത്തിൽ ദൈവം ഒന്നും ചെയ്യുകയില്ല. நீ ஒரு தீர்க்கதரிசியாக இருந்தால் உனக்கு தெரியாம கிராமத்திலும் பட்டணத்திலும் ஒன்றும் செய்ய மாட்டார். അരാം രാജ്യത്തിന്റെ രാജാവ് ആ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ ഇസ്രായേൽ ദേശത്തെ തകർക്കുവാനായിട്ട് പദ്ധതികൾ തയ്യാറാക്കുവാനായിട്ടിടയായി. அராம் ராஜா வந்து இஸ்ரவேல் நாட்டை அழிப்பதற்கு அவருடைய அரண்மனையில் திட்டமிடுகிறார். പ്രാർത്ഥിക്കുന്ന പ്രവാചകന് അത് വെളിപ്പെട്ടു വരുവാനായിട്ടിടയായി. ஆனால் ஜெபிக்கிற ஒரு தீர்க்கதரிசிக்கு அது வெளிப்பட்டது. അവൻ ഇസ്രായേൽ രാജാവിനെ ഹല്ലേലൂയ അറിയിച്ചു. അങ്ങനെ ഇസ്രായേൽ രാജ്യം പല ആവർത്തി വിടുവിക്കപ്പെടുവാനായിട്ടിടയായി. அவர் அப்படியே ஸ்தோத்திரம். இஸ்ரவேல் ராஜா அவர் പല ആവർത്തി ദൈവം അവരെ വിടുവിപ്പാനായിട്ടിടയായി. ஆண்டவர் அவர்களை விடுதலையாக்க ஆரம்பித்தார். രാജാവ് തന്റെ സൈന്യത്തെ വിളിച്ചു കൂട്ടി. ஆகாப் ராஜாவுடைய கூட்டங்களை கூட்டினார். അവരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. அவர் கேட்கிற கேள்வி இது. നാം ഈ റൂമിൽ നിന്ന് ചിന്തിക്കുന്നത് ഹല്ലേലൂയ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്ന നമ്മുടെ ചാരൻ ആരാണ്? ஓ, நம்ம இங்க இருந்து அந்தரங்கத்துல நம்ம பேசுறத இஸ்ரவேலில் இருக்கிற ராஜாவுக்கு சொல்லுகிறது யாரு? അവരോടൊപ്പമുള്ളവർ പറഞ്ഞു, അവിടെ ഒരു പ്രവാചകനുണ്ട്. അവന് ദൈവം നമ്മുടെ അരമനയിൽ പറയുന്നത് പോലെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഇസ്രായേലിന്റെ ദൈവമുണ്ട്. இந்த அறையில பேசுகிறதையும் அங்க வெளிப்படுத்தி கொடுக்கிற ஒரு தெய்வம் இருக்கிறார். പിശാച് പദ്ധതി തയ്യാറാക്കുന്നത് പദ്ധതികളെ വെളിപ്പെടുത്തി തരുന്ന ഒരു സ്വർഗ്ഗത്തിലെ ദൈവമുണ്ട്. அருமையானவர்களே, அந்தரங்கத்துல எதிரிகள் போடுகிற பிளான்களையும் திட்டங்களையும் நமக்கு வெளிப்படுத்துகிற ஒரு பரலோக தேவன் இருக்கிறார். ദൈവത്തോട് ചോദിക്കുന്ന കർത്താവേ, എന്നെ പ്രവാചകനായിട്ടാണോ വിളിച്ചിരിക്കുന്നത്? நீங்கள் ஆண்டவர்கிட்ட கேட்கணும், ஆண்டவரே என்ன ஒரு தீர்க்கதரிசியாக தான் அழைத்திருக்கிறீர்கள். ദൈവം പ്രവാചകന്മാരായിട്ട് അഭിഷേകം ചെയ്യുക. சிலர்களை தீர்க்கதரிசிகளாய் அபிஷேகிக்கிறார். മൂന്നാമതായിട്ട് വചനം പഠിപ്പിക്കുന്നു. மூன்றாவதாக அவர் சொல்கிறார், അവൻ സുവിശേഷകന്മാരായി വിളിച്ചിരിക്കുക. சிலர்களை அவர் சுவிசேஷகராய் ദേശത്തിന്റെ നടുവിൽ ചെന്ന് യേശു സത്യദൈവമെന്ന് വിളിച്ചു പറയുന്നവനാണ് സുവിശേഷകൻ. உன் தேசத்தின் நடுவிலே கடந்து போய் இயேசுவே தெய்வம் என்று அதை சொல்லுகிறேன். അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും യേശു ക്രിസ്തു എന്ന് തെളിയിക്കുന്നവനാണ് സുവിശേഷകൻ. அற்புதங்களாலும் அடையாளங்களாலும் ஓ தேவனை இயேசுவே தெய்வம் என்று சொல்லுகிற ஒரு தேவன். ഹല്ലേലൂയ. ஹல்லேலூயா. ഫിലിപ്പോസ് എന്ന സുവിശേഷകനെ കുറിച്ച് വചനം പഠിപ്പിക്കുക. பிலிப்பு என்கிற ஒரு சுவிசேஷகனை குறித்து ശമരിയ പട്ടണത്തിലേക്ക് പോകുവാനായിട്ട് அவர் சமாரியா பட்டணத்துக்கு போகிறார். യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ശക്തമായി പ്രസംഗിച്ചു. இயேசு கிறிஸ்துவை குறித்த சுவிசேஷத்தை சத்தியா பேசுறார். രോഗികളും ഭൂതബാധിതരും സൗഖ്യം പ്രാപിപ്പാനായിട്ടിടയായി. நோயாளிகள் குணமாகிறார்கள், பூதங்கள் ஓடுகிறது. അതുവരെ ശമരിയ പട്ടണത്തെ ശീമോൻ എന്ന മന്ത്രവാദി
കൊടുത്താൻ. എല്ലാ ജനവും അവന്റെ അധീനതയിലായിരുന്നു. എല്ലാ ജനങ്ങളും അവനുക്ക് കീഴായിരുന്നാங்க. ഫിലിപ്പോസ് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ஆனா பிலிப்பு இயேசுவை பத்தி பேசினார். ക്രിസ്തുവിലേക്ക് വരുവാനായിട്ട് തുടങ്ങി. ജനങ്ങൾ എല്ലാം ആണ്ടവരുടെ പക്കം തിരിഞ്ഞാர்கள். അതിനെ പഠിപ്പിക്കുന്ന പട്ടണത്തിൽ വലിയ സന്തോഷം ഉണ്ടാകുവാനായിട്ട് പട്ടണത്തിലെ മികുந்த മகிழ்ச்சி ഉണ്ടായിരുന്നു. സുവിശേഷകന്മാരെ ദൈവം അഭിഷേകം ചെയ്യുക. அப்படிப்பட்ட സുവിശേഷകരെ ഗ്രാമങ്ങൾക്ക് സന്തോഷം പകരുന്ന, ഗ്രാമത്തിക്ക് ചില പട്ടണങ്ങൾക്ക് സന്തോഷം പകരുന്ന, ചില ദേശങ്ങളെ സന്തോഷിപ്പിക്കുന്ന സുവിശേഷകന്മാരെ ദൈവം തേടുകയാണ്. ആര് പറയും കർത്താവേ, ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. ஒப்புக்கொடுக்கிறேன். ആര് പറയും കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. யார் சொல்லுவா ஆண்டவரே நான் ஒப்புக்கொடுக்கிறேன். വചനത്തെ ശക്തമായിട്ട് ഫിലിപ്പോസ് പ്രസംഗിക്കുവാനായിട്ട് വചനത്തെ വല്ലഭയോട് പേசுகிறார். അതിൽ പഠിപ്പിക്കുന്നതാണ് ശീമോൻ താരം മാനസാന്തരപ്പെട്ട് ഫിലിപ്പോസിനോട് കൂടെ സഞ്ചരിപ്പാനായിട്ടിടയായി. ഓ സ്വന്തം പിടിപ്പോട് കൂടെ ജനങ്ങൾ സഞ്ചരിക്കാൻ ആരംഭിക്കുന്നത്. ശീമോൻ എന്ന മന്ത്രവാദിയും ഫിലിപ്പോസിനോട് കൂടെ സഞ്ചരിപ്പാൻ. ശീമോൻ എന്ന മന്ത്രവാദിയും ഇപ്പോ പിലിപ്പ് എന്ന സുവിശേഷകനോട് പയണിക്കാൻ അവനിലൂടെ നടന്ന അസാധാരണമായ വീര്യപ്രവർത്തികളെ കണ്ടപ്പോൾ ശീമോനും അവനെ പിൻപറ്റുവാനായിട്ട് തുടങ്ങി. പിലിപ്പ് മൂലമാ നടന്ന അത്ഭുതങ്ങൾ അതിശയങ്ങളെ பார்த்த മന്ത്രവാദി മന്ത്രത്തെ വിട്ടിട്ട് இந்த സുവിശേഷകനോട് ഉയർത്തി വരികയാണ്. ദേശങ്ങളിലെ മന്ത്രവാദികൾ സുവിശേഷത്തിന്റെ പിന്നാലെ സഞ്ചരിക്കുവാനായിട്ടിടയായി. ഓ இந்த வருகிற நாட்களில் சுவிசேஷகனுக்கு பின்னாடி தேசங்கள் வரக்கூடிய அளவுக்கு அப்படிப்பட்ட சுவிசேஷகர்களை தேவன் எழுப்பணும். മന്ത്രവാദികളെ മാനസാന്തരപ്പെടുത്തുന്ന, മന്ത്രവാദികളെ ആഭിചാരകന്മാരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന, ഓ സ്വന്തം പിടിസൂടിയക്കാരകളെ മണത്തിരുമ്പ വയ്ക്കുന്ന, പിശാചിനെ സേവിക്കുന്നവരെ കർത്താവിലേക്ക് നയിക്കുന്ന, പിശാചെ സേവിപ്പവരെ മണത്തിരുമ്പ വയ്ക്കുന്ന അപ്രകാരമുള്ള ചില സുവിശേഷകന്മാർ ഇതിനകത്ത് ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റിനെ മതിയാകും. அப்படிப்பட்ட സുവിശേഷകരെ தேவன் இந்த இடத்துல எழுப்ப விரும்புகிறார். സുവിശേഷ ആത്മാവിനാൽ നിറയപ്പെടുവാനായി സുവിശേഷ ആവിയാൽ നമ്മളെ നിറപ്പ വിരുമ്പുகிறார். കഴിഞ്ഞ ദിവസം കഴിഞ്ഞ സെക്ഷനിൽ പറയുവാനായിട്ടിടയായി. അടുത്ത സെക്ഷനിൽ ഞാൻ சொன்னேன் ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന സുവിശേഷകനെ കുറിച്ച്. ഡേവിഡ് ലിവിങ്സ്റ്റൺ சொல்லக்கூடிய ഒരു ഊഴിയക്കാരൻ. അദ്ദേഹം ആഫ്രിക്കയിലേക്ക്, ഇംഗ്ലണ്ടിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് സുവിശേഷവുമായിട്ട് കടന്നു. ഇംഗ്ലണ്ട് ദേശത്തിൽ നിന്ന് ആഫ്രിക്ക ദേശത്തേക്ക് അവർ കടന്നു പോകണം. ചെറിയ പ്രായത്തിൽ തന്റെ പിതാവ് മടിയിലിരുത്തി മിഷണറിമാരുടെ കഥകൾ പറയുമായിരുന്നു. ചിന്ന പ്രായത്തിലെ സ്തോത്രം മടിയിലിരുത്തി മിഷണറിയുടെ കഥകളെല്ലാം അപ്പമ്മ ചൊല്ലിക്കൊടുത്തിരുക്കാണ്. ആ കഥകൾ അപ്പൻ പറയുമ്പോൾ അവൻ പറയുവാൻ, അപ്പ വലുതാകുമ്പോൾ എനിക്കും ഇതുപോലൊരു മിഷണറിയായി മാറ്റണം. അപ്പൊ അപ്പന്റെ ചൊല്ലുവാണ് വരുகிற കാലങ്ങളിൽ ഞാൻ இந்த மாதிரி ഒരു മിഷണറിയാ പോവേൻ. അങ്ങനെ തീരുമാനത്തോടെ മുന്നേറിയ ഡേവിഡ് ലിവിങ്സ്റ്റൺ ഒടുവിൽ ആഫ്രിക്കയിലേക്ക് മിഷണറിയായിട്ട് പുറപ്പെട്ടു. அப்படிப்பட்ட ഡേവിഡ് ലിവിങ്സ്റ്റൺ என்ன செய்தாரு? ആഫ്രിക്ക ദേശത്തേക്ക് ഒരു ഊഴിയക്കാരൻ പോയി. ആഫ്രിക്കയിലെ ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിൽ നടന്ന യേശുവിന്റെ സുവിശേഷം അറിയിച്ചു. ആഫ്രിക്ക ദേശത്തിലെ പട്ടണങ്ങൾ ഗ്രാമങ്ങളിൽ നടന്നു സെന്റ് സുവിശേഷം യേശുവിന്റെ പിന്നാലെ വരുവാനായിട്ട് അനേകർ യേശുവിന്റെ പിന്നാലെ വരാൻ ആരംഭിച്ചു. രോഗികൾ അവരുടെ സൗഖ്യം പ്രാപിച്ചു. അനേകർ മൂലമാ നോയാളികൾ ഗുണമാക്കി കർത്താവിലേക്ക് അനേക ജനം കടന്നു വരുവാനായിട്ട് അനേകർ യേശുവിന്റെ പിന്നാലെ വരാൻ ആരംഭിക്കുകയാണ്. എന്നാൽ ചില നാളുകൾക്ക് ശേഷം താൻ കുടുംബസ്ഥനായിട്ട് മാറ്റപ്പെട്ടു. ആ കൊച്ചു കാലം കഴിഞ്ഞവർ ഒരു കുടുംബസ്ഥനാ മാറുകയാണ്. കുടുംബമായിട്ട് ആ ദേശത്തിലേക്ക് പുറപ്പെട്ടു. കുടുംബமாக അവരുടെ ദേശത്തേക്ക് പോകുകയാണ്. തനിക്ക് മക്കളുണ്ടായി. ആ കുഞ്ഞുങ്ങൾക്ക് അടിക്കടി രോഗം ബാധിതരാകുവാനായിട്ട് പിള്ളേർക്ക് അടിക്കടി നോയി നൊടികൾ വരാൻ ആരംഭിച്ചത്. ഡേവിഡ് ലിവിങ്സ്റ്റൺ പറഞ്ഞു, നിങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി പോകണം, ഞാൻ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കാം. ഡേവിഡ് ലിവിങ്സ്റ്റൺ മனைவி பிள்ளைகளை பார்த்து நீங்க சொந்த நாட்டுக்கு போயிருங்க, நான் இங்க ஊழியம் பண்றேன். എന്നാൽ ഡേവിഡ് ലിവിങ്സ്റ്റൺ ആ ദേശത്ത് പാർത്ത് സുവിശേഷം അറിയിച്ചു മക്കളെ ഇംഗ്ലണ്ടിൽ പഠിപ്പിക്കുവാനായിട്ടിടയായി. அவர் என்ன செய்தார்? அந்த பிள்ளைகளை இங்கிலாந்து தேசத்துல நீங்க அவங்களை படிக்க வச்சிட்டு இவர் இந்த தேசத்துல ஆப்பிரிக்க தேசத்துல சுவிசேஷ ஊழியத்தை செய்தார். ഡേവിഡ് ലിവിങ്സ്റ്റണിലൂടെ വലിയ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യുവാനായിട്ട് തുടങ്ങി. இந்த ഡേവിഡ് ലിവിങ്സ്റ്റണോട് അനേക കാര്യങ്ങൾ ആണ്ടവൻ ചെയ്താർ. ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. ഡേവിഡ് ലിവിങ്സ്റ്റൺ മടങ്ങി ഇംഗ്ലണ്ടിൽ തന്റെ ഭാര്യയെ കാണുവാൻ എത്തുമ്പോൾ അവൾക്ക് അവനെ തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല. ஒரு டேவிட் லிவிங்ஸ்டன் சொல்லக்கூடியவர் சொந்த தேசத்துக்கு மனைவி பிள்ளைகளை பார்க்க வந்தபோது மனைவி பிள்ளைகளுக்கு ஒரு யாருமே தெரியல, அந்த அளவுக்கு அடையாளம் தெரியாத വെള്ളക്കാരനായ മനുഷ്യന്റെ മുഖം കറുപ്പ് കരുവാളിക്കുവാനായിട്ടിടയായി. வெள்ளக்காரனாயிருந்த இவர் கருப்பு ஸ்தோத்திரம் நீக்கு தேசத்துக்காரன மாதிரி மாறிட்டார். ഒരിക്കൽ അവൻ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു സിംഹം അവനെ ആക്രമിക്കുവാനായിട്ടിടയായി. ஒரு நாள் காட்டு வழியாய் அவன் போகும்போது சிங்கம் அவரை എതിർകൊണ്ടത്. അവന്റെ ഒരു വശത്തെ തുട മുഴുവൻ സിംഹം പറിച്ചെടുക്കുവാനായിട്ടിടയായി. അവരുടെ ഒരു പകുതി മാംസത്തെ പിച്ചിട്ട് പിരിച്ചപ്പോൾ ഒരു സൈഡിലെ കണ്ണ് ഒരു കുറ്റിച്ചെടിയിൽ കൊണ്ട് അവന്റെ കാഴ്ച നഷ്ടപ്പെടുവാനായിട്ടിടയായി. ഒരു കണ്ണിലെ ഒരു കുച്ചിടിച്ച് കണ്ണ് പാർവയിളത്തിട്ടാണ്. അങ്ങനെ സുവിശേഷത്തിന് വേണ്ടി നിന്ന
നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ തന്റെ സ്വന്തം ഭാര്യയ്ക്ക് തന്നെ തിരിച്ചറിയുവാനായിട്ട് കഴിയും. அப்படிப்பட்ட ஒரு ஊழியம் செய்து தன் சொந்த கிராமத்து நாட்டுக்கு வந்தபோது மனைவிக்கு இவர்தான் என் கணவர்னு கூட தெரியாத அளவுக்கு அடையாளம் தெரியாதவர் പിന്മാറാതെ ആ മനുഷ്യൻ വീണ്ടും സുവിശേഷവുമായി ആഫ്രിക്കയിലേക്ക് മടങ്ങിപ്പോയി. மறுபடியும் அந்த சுவிசேஷ ஊழியத்துக்காக தேசத்துக்கு புறப்பட்டு போனார். ഒടുവിലത്തെ നാളുകൾ ഭാര്യയുമായിട്ട് ചേർന്ന ദേശങ്ങൾ സുവിശേഷം അറിയിച്ചു. மறுபடியும் அவர் மனைவியுமாக சேர்ந்தாங்க, சுவிசேஷம் அறிவிக்கிறாங்க. ആ ദേശത്തിൽ തന്റെ ഭാര്യ മരണപ്പെടുവാനായിട്ടിടയായി. அந்த தேசத்திலே அவருடைய மனைவி மரிக்கிறாங்க. യേശുവിനെ വിട്ടുമാറാതെ സുവിശേഷത്തെ ദേശങ്ങൾ വിളിച്ചു പറയുവാനായിട്ടിടയായി. യേശുവിനെ വിട്ടുകൂടാതെ அந்த தேசத்தில் அவர் ஊழியத்தை செய்கிறார். ഒടുവിൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാന സമയം, ജീവിതത്തിലെ ഏറ്റവും അവസാന வாழ்க்கையில கடைசி நிமிடங்கள்ல ഒരു സ്ട്രെച്ചറിൽ 2 കമ്പുകളിൽ ഒരു തുണി കെട്ടി ആ മനുഷ്യനെ ഓരോ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോകും. ഓ സ്തോത്രം. ഒരു സ്ട്രെച്ചറിൽ அந்த ഉരുട്ടിയിട്ട് പോയ ചേർന്ന് ഉட்கார 2 കമ്പുകൾ കെട്ടി മനുഷ്യ തോളിൽ തൂക്കി അദ്ദേഹത്തെ ഗ്രാമങ്ങളിലേക്ക് அந்த 2 கம்ப கட்டி அந்த கம்பள ஒரு துணியை வச்சு நடக்க முடியாது. அந்த அது மேல தூக்கி வச்சு தோள் மேல பாடி டெட் பண்ணி தூக்கிட்டு போற மாதிரி கிராமம் தூக்கிட்டு போவாங்க. ഗ്രാമങ്ങളിൽ ആ സ്ട്രെച്ചറിൽ ഇരുന്നുകൊണ്ട് ആ മനുഷ്യനെ യേശുവിനെ പ്രസംഗിക്കുവാനായിട്ട് നിലമയിൽ അങ്ങ് പോയി അവർ യേശുവിനെ പറ്റി പേசுவார். അവിടെ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡേവിഡ് ലിവിങ്സ്റ്റൺ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ എന്റെ വീട്ടിലേക്ക്, എന്റെ ചെറിയ കുടിലേക്ക് കൊണ്ടുപോകണം. அவர் சொன்னார், அப்படி பிரசங்கிக்கிற போது நாங்க இருக்கிற நண்பர்களை பார்த்து என்ன என் சொந்த வீட்டுக்கு என் குடிசைக்கு கொண்டு போக அப்படின்னாரு. ആഫ്രിക്കയിലെ ചെറിയ കുടിലേക്ക് ഡേവിഡ് ലിവിങ്സ്റ്റനെ കൊണ്ടുപോകുവാനായിട്ട് அவர் சொந்த அந்த குடிசை வீட்டுக்கு அந்த டேவிட் லிவிங்സ്റ്റனை கொண்டு போனாங்க. അവരോട് ഡേവിഡ് ലിവിങ്സ്റ്റൺ പറഞ്ഞു, എനിക്ക് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണം. அவர் சொன்னார், எனக்கு முழங்கால் படிட்டு ஜெபிக்கணும். അവൻ കട്ടിലിന്റെ ഫ്രണ്ടിൽ മുഴങ്കാൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് கட்டிலுக்கு பக்கத்துல முழங்கால் ஜெபம் ஆரம்பிச்சாரு. അവനെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് തന്നോടൊപ്പം ഉണ്ടായിരുന്നവർ പുറത്ത് തന്നെ നോക്കി നിൽക്കുകയാണ്. ആ മനുഷ്യൻ മുഴങ്കാൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ பார்த்து கொண்டிருந்த ஸ்தோத்திர வெளியே இருக்கிற மனுஷன் முழங்கால் படிட்டு ஜெபிக்க ஆரம்பிச்சார். അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് അവർ പുറത്തിറങ്ങി നിൽക്കുവാനായിട്ടിടയായി. இறக்கி வைத்தவர் வெளியே நிற்கிறாங்க, இவர் உள்ள இருந்தார். അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. அவங்க ஜெபம் பண்ணி கொண்டிருக்கிறாங்க. ചില മണിക്കൂറുകൾ കഴിഞ്ഞു പോയി. சில மணி நேரங்கள் கடந்தது. ഈ മനുഷ്യൻ മുഴങ്കാൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. இவர் முழங்கால் படிட்டு எழும்பவில்லை. പുറത്തു നിന്നവർ അകത്ത് വന്ന് നോക്കുമ്പോൾ ആ മനുഷ്യൻ മുഴങ്കാൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് പോകുവാനായിട്ടിടയായി. அவர்கள் ஜெபம் பண்ணி வெளியே நிற்கிறாங்க. இரண்டாவது நிமிடம் வரலையில் உள்ள வந்து பார்த்தா முழங்காலிலே உள்ள உயிர் பிரிந்தது. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇംഗ്ലണ്ടിലെ രാജ്ഞി ഈ മനുഷ്യന്റെ ഹല്ലേലൂയ ശവശരീരത്തെ ഇംഗ്ലണ്ടിലെ ഹല്ലേലൂയ വലിയ സ്ഥലത്ത് അടക്കം ചെയ്യണമെന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് അയക്കുവാനായിട്ടിടയായി. ஒரு ஸ்தோத்திரம். இங்கிலாந்து தேசத்துல இவரை ஒரு பெரிய இடத்துல அடக்கம் பண்ண பிளேன் அனுப்புனாங்க. രാജ്ഞി അവർക്ക് ഫ്ലൈറ്റ് അയക്കുവാനായിട്ടിടയായി. அங்க உள்ளவர்கள் அவங்களுக்கு பிளேன் அனுப்புனாங்க. എന്നാൽ അവിടെയുള്ള ഇംഗ്ലണ്ടുകാർ, ആഫ്രിക്കക്കാർ പറഞ്ഞു, ഈ മനുഷ്യന്റെ ശരീരത്തെ ഞങ്ങൾ വിട്ടു തരത്തില്ല. ഈ ദേശത്തിൽ വന്ന് ഈ മനുഷ്യൻ ഞങ്ങൾക്ക് വേണ്ടിയാണ് മരിക്കുവാനായിട്ടിടയായി. ஓ இவருடைய சரீரத்தை நாங்கள் விட்டு தர மாட்டோம். இவர் வந்து எங்க தேசத்துல பண்ண சேவை ஊழியம் அதிகம். இவர் இங்கதான் நாங்கள் அடக்கப்படுவோம். എന്നാൽ രാജ്ഞിയുടെ ആജ്ഞയായതുകൊണ്ട് അവർക്ക് കൊടുത്തേ മതിയാകത്തുള്ളൂ. അവർ ഒരു കാര്യം ചെയ്തു. ആ മനുഷ്യന്റെ ഹല്ലേലൂയ ഹൃദയം, ഹല്ലേലൂയ ശരീരം കീറി ഹൃദയം എടുത്ത് ആഫ്രിക്കയിൽ അടക്കം ചെയ്യുവാനായിട്ടിടയായി. ஓ அருமையானவர்கள், இந்த நாட்டு தலைவர்கள் கேட்பதனால கொடுக்க முடியாது, மறுக்க முடியாது. ஆகையினால அறுவை சிகிச்சை பண்ணி அவருடைய இருதயத்தை மட்டும் எடுத்து எங்க நாட்டில் அடக்கம் பண்ண சொல்லி இருதயத்தை எடுத்துக்கொண்டு, എന്നാൽ ആ മനുഷ്യന്റെ ശരീരം ഹല്ലേലൂയ ഇംഗ്ലണ്ടിൽ അടക്കം ചെയ്യുവാനായിട്ടിടയായി. ശരീരം ഇരുദയം ആഫ്രിക്കയിൽ അടക്കം. സുവിശേഷവുമായിട്ട് പുറപ്പെട്ട ആ മനുഷ്യനിലൂടെ രാജ്യം മുഴുവൻ സുവിശേഷത്താൽ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ മുഴുവൻ സുവിശേഷം എത്തുവാൻ ദൈവം കൃപ ചെയ്തുവെങ്കിൽ ഇന്ന് രാത്രിയിലും അതുപോലുള്ള സുവിശേഷകന്മാരെ ഇതിനകത്ത് ദൈവം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ஒரு மனிதர் மூலமாக ஆப்பிரிக்க தேசம் முழுவதும் சுவிசேஷம் பரவும் என்று சொன்னார். இன்று நம்மளை கொண்டும் அநேக இடங்களுக்கு சுவிசேஷம் போக வேண்டும் என்று അനേക ഗ്രാമങ്ങൾ, പട്ടണങ്ങളിൽ സുവിശേഷം അറിയിക്കുവാൻ ചിലരെ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് തേടിക്കൊണ്ടിരിക്കുകയാണ്. ഓ இந்த கூட்டத்திலையும் அப்படிப்பட்ட சுவிசேஷகர்களை இங்க இருந்து தேடிக்கொண்டிருக்கிறார். നമുക്ക് വേണ്ടി ജീവിച്ച് മരിക്കേണ്ടവരല്ല, ചിലരെ നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ ഇന്ന് രാത്രി ചിലരെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് തേടുന്നു. ആര് പുറപ്പെടുവാൻ തയ്യാറാകും? ആരെനിക്ക് വേണ്ടി പോകും? ആരെന്റെ വേല ചെയ്യുമെന്ന് യേശുവിന്റെ ശബ്ദം കേട്ട് ആര് പുറപ്പെടുവാനായിട്ട് തയ്യാറാകും? நமக்காய் வாழ்க்கைக்கு உலகத்தோடு முடித்து வரக்கூடியவர்கள் அல்ல. ஓ ஆண்டவருக்காய் ஓடி எரிந்து 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 பிரகாசித்து அநேகங்களை வாழ வைப்பதற்காய் ஆண்டவர்கள் நம்ம എൺപതോ സംവത്സരം നമുക്ക് വേണ്ടി ജീവിച്ച് മരിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്.
ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കാം. ஆண்டவரே உமக்காய் வாழ்வேன். എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുകയാണ്. வாழ்க்கையை உமக்காய் சமர்ப்பிக்கிறேன். എന്നെയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. உம் அழைப்பையும் தெரிந்து கொள்ள உறுதிப்படுத்தி ചിലരെ ദൈവം അപ്പോസ്തലന്മാരായി, சிலர்களை அப்போஸ்தலர், ചിലരെ അവൻ പ്രവാചകന്മാരായി, சிலர்களை அவர் தீர்க்கதரிசி, ചിലരെ അവൻ സുവിശേഷകന്മാരായി. சிலர்களை அவர் சுவிசேஷகர், രാത്രിയിൽ അഭിഷേകം ചെയ്യുവാനായിട്ട് ഇഷ്ടപ്പെടുന്നു. அபிஷேகம் பண்ண விரும்புகிறார். നാലാമതായിട്ട് വചനം പഠിപ്പിക്കുന്നു. வேதம் அப்படித்தான் பற்றி கேட்டு നാലാമതായിട്ട് പറയുക, நாலாவது வசனம் சொல்லுகிறது, ഇടയന്മാർ மெய்ப்பர்கள் എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, നന്നായിട്ട് നമ്മളെ ഏൽപ്പിച്ച ആടുകളെ മേയ്ക്കുന്നവനാണ് ഒരു ഇടയൻ എന്ന് ஓ പറയുന്നത്. நம்ம கையில கொடுக்கப்பட்ட ஆடுகளை சரியா மேய்க்கிறவன் தான் ஒரு மெய்ப்பன். 5 പേരെ ദൈവം തന്നുവെങ്കിൽ 5 പേരെ നന്നായിട്ട് ദൈവവചനം അഭ്യസിപ്പിച്ച് അവരെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുക, അതാണ് ഒരു ഇടയന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. 5 பேரை கொடுத்திருந்தாலும் 5 பேருக்கு நல்ல வசனத்தை கத்து கொடுத்து பரலோகத்துக்கு நேரா வழிநடத்துகிறவன் தான் ஒரு நல்ல மெய்ப்பன். ആടുകളെ പഠിപ്പിച്ച് ചീന്തുവാനായിട്ട് ഹല്ലേലൂയ സിംഹവും കരടിയും മൃഗങ്ങളും വന്യമൃഗങ്ങളും വരുമ്പോൾ വിട്ടുകൊടുക്കാതെ സൂക്ഷിക്കുന്നവനാണ് ഒരു ഇടയൻ എന്ന് പറയുന്നത്. ஆடுகளை தின்பதற்கு ஓநாய்களும் சிங்கங்களும் விலங்குகளும் மிருகங்களும் வருகிற பொழுது, கரடிகள் வருகிற போது அங்க விட்டு கூடாம அவங்க கையில இருந்து காப்பாற்றுகிறவன் தான் ஒரு மெய்ப்பன். ദൈവങ്ങളെ ഏൽപ്പിച്ച ഇടയനെ വെച്ചിട്ട് ആടുകളിലെ അവരെ സൂക്ഷിപ്പാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. அதனால உங்களை நம்பி கொடுக்கப்பட்டிருக்கிற ஆடுகளை நல்ல வழியில மேய்ப்பதற்கு, பாதுகாப்பதற்கு வேண்டி അഞ്ചാമതായിട്ട് ഉപദേഷ്ടാക്കന്മാർ, 5ாவதாக போதகர்கள் എന്ന് പറഞ്ഞാൽ ദൈവസഭയെ ദൈവവചനം പഠിപ്പിച്ച് ദൈവത്തിന്റെ തലയോളം വളർത്തിയെടുക്കുകയാണ് ഉപദേഷ്ടാവിന്റെ ഉത്തരവാദിത്വം. தேவனுடைய வசனத்தை கற்றுக் கொடுத்து கிறிஸ்துவின் தலையளவுக்கு வளர்க்கிறவன் தான் ஒரு போதகன். ഇതിനകത്ത് ദൈവത്തോട് ചോദിച്ചാൽ കർത്താവ് എന്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്? ராத்திரிகளில் நீங்க கேட்பீங்க, ஆண்டவர் எதற்காக எங்களை அழைத்திருக்கிறீர்கள்? ദൈവത്തോട് സംസാരിക്കാനായിട്ട് ഇടയാകും. ஆண்டவர் நம்மளோடு பேசாது. ഇതിനകത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ബോധ്യം ഉണ്ടാകുകയാണ്, ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന അപ്പോസ്തലനായിട്ടാണ്. உங்களுக்கு இப்போ இந்த வசனத்தை கேட்கிற போதே ஒரு தெளிவு வேணும். என்ன ஆண்டவர் ஒரு அப்போஸ்தலனாக, എന്റെ ദൈവം പ്രവാചകനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ஆண்டவர் என்ன ஒரு தீர்க்கதரிசியாக, എന്റെ ദൈവം വിളിച്ചിരിക്കുന്ന ഒരു സുവിശേഷകനായിട്ടാണ്. ஆண்டவர் அழைத்திருப்பது ஒரு എന്റെ சுவிசேஷகன், ദൈവം വിളിച്ചിരിക്കുന്ന ഒരു ഇടയ ശുശ്രൂഷയ്ക്കായിട്ടാണ്. ஆண்டவர் அழைத்திருப்பது ஒரு மெய்ப்பன், എന്റെ ദൈവം വിളിച്ചിരിക്കുന്ന ഉപദേഷ്ടാവായിട്ടാണ്. தேவன் அழைத்திருப்பது ஒரு போதகனாக. ദൈവത്തോട് ചോദിക്കുവാനായിട്ട് തയ്യാറാണ്. ஆண்டவரோடு கேட்க ஆரம்பியுங்கள். നീ ഒരു വ്യക്തത വരുത്തുവാനായിട്ട് ഇഷ്ടപ്പെടുകയാണ്. ஒரு தெளிவு வர ஆண்டவர் ഈ விரும்புகிறார். രാത്രിയിൽ ഈ ശുശ്രൂഷയെ ചിലരെ ദൈവം അഭിഷേകം ചെയ്യുവാനായിട്ട് ഇടയാകും. ராத்திரி வேளைகளில் சிலர்களை ആண்டவர் അഭിഷേകം ചിലരുടെ മേൽ ശിരസിന്മേൽ ഒരു തീകോളം പോലെ ദൈവശക്തി വന്നിറങ്ങുന്നത് കാണുവാനായിട്ട് ഇടയാകും. சிலர்கள் மேல தேவனுடைய வல்லமை வந்து இறங்க போகிறது. ചിലരുടെ മേൽ ഹല്ലേലൂയ പ്രവാചകന്റെ ചുരുളുകൾ നിന്റെ ശിരസിന്മേൽ വന്ന് പതിക്കുന്നത് കാണുവാനായിട്ട് ഇടയാകും. சிலர்கள் மேல ஆண்டவருடைய வல்லமை வந்து இறங்க போகிறது. ചില നോട്ടിന് നിങ്ങളുടെ മേൽ ഹല്ലേലൂയ വരുന്നതായിട്ട് നിങ്ങൾ കാണുവാനായിട്ട് சில தரிசனங்களை நீங்க பார்க்க போகிறீர்கள். ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാണ്. நம்ம ആண்டവരോട് ജപിക്കാൻ എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാവരും അല്പസമയം നാം ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് கொஞ்ச പോവുകയാണ്. நேரம் நம்ம ஆண்டவரோട് കർത്താവിനോട് ചോദിച്ചാൽ കർത്താവേ എന്നെ എന്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്? ஆண்டவரோடு ஜெபிக்க போகிறோம். അതിനെ പഠിപ്പിക്കുന്ന നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. வேதம் சொல்லுகிறது, ஆண்டவர் சிலரை அப்போஸ்தலர்களாக, വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ஆண்டவர் நம்மளை அழைப்பதற்கு ஒப்புக்கொடுங்கள். വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. அழைப்பும் தெரிந்து கொள்ள உறுதி ചിലരെ செய்யுங்கள். അവൻ അപ്പോസ്തലന്മാരായി, சிலர்களை அப்போஸ்தலர், ചിലരെ അവൻ പ്രവാചകന്മാരായി, சிலர்களை அவர் ചിലരെ தீர்க்கதரிசி, അവൻ സുവിശേഷകന്മാരായി തിരഞ്ഞെടുക്കുവാനായി சிலர்களை சுவிசேஷகர்களாக அவர் பிரித்தெடுக்கிறார். എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ஜெபியுங்கள். എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, எல்லாரும் ஆண்டவரோடு ஜெபியுங்கள். കർത്താവേ എന്നെ എന്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്? ஆண்டவரை எதற்காக அழைத்து, എന്റെ വിളിയെയും തിരഞ്ഞെടുപ്പിനെ ഉറപ്പാക്കുവാനായിട്ട് ஆண்டவரின் സഹായിക്കണമേ. அழைப்பையும் தெரிந்து கொள்ள എന്റെ உறுதிப்படுத்த, ശുശ്രൂഷയിലൂടെ വെളിപ്പെടുവാൻ കൃപ ചെയ്യണമേ. ஆண்டவரே சுவிசேஷ அழைப்பை வெளிப்படுத்துங்கள். കർത്താവേ എന്നെ എന്തിനായിട്ട് വിളിച്ചിരിക്കുന്നത് எதற்காக വെളിപ്പെടുത്തണമേ. அழைத்தீர் ആண்டവரേ? കർത്താവിന്റെ ശബ്ദം ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുകയാണ്. ஆண்டவர் சத்தம் இங்கு வருகிறது. ആരെ ഞാൻ അയക്കേണ്ടു? யாரை நான் அனுப்புவேன்? ആരെനിക്ക് വേണ്ടി പോകും? யார் எனக்காய் போவார்? ആരെ ഞാൻ അയക്കേണ്ടു? யாரை நான் அனுப்புவேன்? ആരെനിക്ക് വേണ്ടി പോകും? யார் எனக்காய் போவார்? ദൈവശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങപ്പെടട്ടെ. ஓ, நீங்கள் அவர் காதுகளில் എത്ര പേര് ദൈവശബ്ദത്തിന് മുൻപ് പ്രതികരിക്കും? தேவ சத்தம் கேளுங்கள்.
பலகையை பிடித்தெடுக்கிறார். மனுஷன் மறந்தாலும் தெய்வமே தீர்மானம் மறக்கத்தில்ல. மனிதர்கள் மறந்தாலும் தேவன் மறக்க மாட்டார். அடுத்த நாளுகள் தெய்வத்தின் ஆஸ்தலங்களை உயர்த்துவாராയിട്ട് போகிறார். அடுத்த நாட்களில் தேவன் உங்களை உயர்த்த போகிறார். எங்களுடைய சிலர் தீயில் இருந்து வலிச்செடுக்கப்படுவாராയിട്ട് நரகத்திற்கு தூக்கி விடுவார்கள். சிலர் பரிசுத்தாத்மாவினால் அபிஷேகம் செய்யப்படுவாராയിട്ട് பரிசுத்தாவினால் അങ്ങനെ തീരുമാനിക്കുന്നവരെ ഒരു അഭിഷേകത്തിന്റെ പുഷ്ടി വ്യാപരിക്കപ്പെടട്ടെ. ഉയരത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ കരങ്ങൾ ഉയരത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് രണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ രോഗികളായി ഭാരപ്പെടുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ചില വ്യാധികളാൽ രോഗങ്ങളാൽ പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവർ ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ രാത്രി അത്ഭുതങ്ങൾ ഇവിടെ വിശ്വസിച്ചാൽ രാത്രി ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണും. ഈ വിശ്വാസിച്ചാൽ ദേവന്റെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. രോഗികളെ സൗഖ്യമാക്കുകയാണ്. അയച്ചു വിടുവിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഈ സ്ഥലത്ത് ചലിക്കപ്പെടുകയാണ്. ഈ ആലയത്തിൽ മാത്രമല്ല പരിസര പ്രദേശങ്ങളിൽ രോഗികളായി ഭാരപ്പെടുന്നവർ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവത്തോട് നോക്കി കർത്താവേ എന്നെയും സൗഖ്യമാക്കണമേ എന്ന് വിളിക്കുവാൻ തയ്യാറായ സൗഖ്യദായക കരം നിങ്ങളുടെ മേൽ പതിയപ്പെടുവാനായിട്ടിടയാകും.
சக்தி வியாபரிக்கப்படட்டும். ஆண்டவரே தேவனுடைய வல்லமை வெளிப்படட்டும். இயேசுவின் நாமத்தில் அதர் சிரசுகள் மேல் தெய்வ சக்தி வியாபரிக்கப்படட்டும். ஆண்டவரே தேவனுடைய வல்லமை ஒவ்வொரு சிரசின் சகல துஷ்ட ரோகங்களோடு கற்பிக்கிறோம். இயேசுவின் நாமத்தில் சரீரங்களை விட்டு புறത്തേக்கு போக. சகல கொள்ள நோய்களை பார்த்து கட்டளை கொடுக்கிறேன். சரீரங்களை விட்டு வெளியேறு. இயேசுவின் நாமத்தில் ஒரு சௌக்கியம் பிராபிக்கட்டும். இயேசுவின் நாமத்தில் விடுதலை வரட்டும். சுகர் ரோகங்கள் மாறி போகட்டும். ஓ எல்லா துக்க வியாதிகள் மாறி போகட்டும். எல்லா சாரீரிக அசுத்தங்கள் மாறி போகட்டும். எல்லா சரீரிக பலவீனங்கள் மாறட்டும். பிசாசு வச்சிருக்கிற சகல துஷ்ட ரோகங்கள் மாறி போகட்டும். போட்ட எல்லா துஷ்ட நோய்கள் விலகட்டும். தெய்வ சக்தியால் இவர் நிறையப்படட்டும். தேவ வல்லமையால் ராத்திரி இவர் விழிக்கிறது புறம் பார்த்துள்ளதற்காக ஆண்டவர் அழைப்பையும் தெரிந்து கொள்ள உறுதிப்படுத்துவதற்காக ஸ்தோத்திரம். கர்த்தாவே தொடர்ந்து சம்சாரிக்கணும். ஆண்டவர் நீரோடு பேச அடுத்த நாளில் இவரை உபயோகிக்கின்ற கிருபைக்காய் ஸ்தோத்திரம். இவர்களை பயன்படுத்துவதற்காக தேசத்தின் அநேக மிஷனரிமார் எழுந்தெடுக்கப்படுவதற்காய் ஸ்தோத்திரம். தேசத்தில் அநேக மிஷனரிகள் எழுப்பப்படுவதற்காக சக்தன்மாராய சுவிசேஷகன்மார் எழுந்தெடுப்பிக்காய் ஸ்தோத்திரம். ஆண்டவரே பயங்கரமான ஒரு சுவிசேஷம் எழுப்பப்படுவதற்காக ஸ்தோத்திரம். செய்வதற்காக ஸ்தோத்திரம். ஆசீர்வதித்து ஜெபிக்கிறோம். தாசனை குடும்பத்தை கர்த்தரே தாசனை குடும்பத்தை ஆசீர்வதிக்கிறோம். எல்லா விசுவாசிகளுக்காய் ஸ்தோத்திரம். எல்லா விசுவாசிகளுக்காக எல்லா குடும்பங்களுடைய ஆசீர்வாதம். எல்லா குடும்பங்களுக்காக நன்றி. இயேசு கிறிஸ்துவின் நாமத்தில் தந்தே. இயேசு கிறிஸ்துவின் நாமத்தில் பிதாவே. ஆமென் 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 ஆமென். அமர்ந்து கொள்வோம். ஹல்லேலூயா ஸ்தோத்திரம் ஹல்லேலூயா ஸ்தோத்திரம் ஹல்லேலூயா ஹல்லேலூயா. ரொம்ப சந்தோஷமா இருக்கிறீங்க. ஆமென். தேவன் நம்மளோடு இணைக்கப்பட்டிருக்கிறார், பேசியிருக்கிறார். ஹல்லேலூயா. கர்த்தர் நல்லவர். ஆமென். கர்த்தர் உண்மையான சகோதரர் கொண்டு நமக்கு அழைப்பை குறித்து தெளிவாக பேசியிருக்கிறார். நாளிலையும் மத்தியிலே பல ஊழியத்தின் நடுவிலையும் பல ஏகப்பட்ட ஊழியர்கள் இருக்கு. அடுத்த ஊழியத்தின் மத்தியிலையும் ஏற்கனவே சோத்திரம் பத்திரம் இந்த பக்கத்தில் ஊழியர் நடந்து கொண்டு ராணி அங்கே ஊழியர் நடந்து கொண்டு இருக்கிறது. அந்த ஊழியத்தில் போயிட்டு தான் அவசரமா நமக்கு அருமையான சகோதரர் எபின் அவர்கள் வந்திருக்கிறார்கள். அவர்களோடு கூட வந்திருக்கிறவர்களுக்கும் இயேசு நாமத்தில் நன்றி செலுத்துகிறேன். உங்க சார்பாக என்னுடைய சார்பாக கரங்களை தட்டி அவர்களுக்கு தொடர்ந்த ஊழியர்களை தேவன் ஆசீர்வதிப்பதாக சேர்ந்து விடமெல்லாம் போக விடமெல்லாம் ஆயிரங்கள் லட்சங்களை ஆண்டவர் பக்கமாய் தசை திருப்ப கர்த்தர் உதவி செய்வாராக. ஹல்லேலூயா ஹல்லேலூயா. தேவன் வருகிற காலம் தெற்கு பரணியில் நடக்க இருக்கிற ஊழியம் இந்த தேசத்துக்கு பதில் சொல்லும். இது எப்படி தெற்கு பரணிலிருந்து வந்துச்சு? ஹல்லேலூயா. அன்னைக்கு தான் இதனுடைய மகிமை வெளிப்படும். நாளை 3 மாதங்களுக்குள்ள கட்டி பிடித்த போது எல்லாரும் ஆச்சரியப்பட்டாங்க. எப்படி? பிரார்த்தனை ஜெபம். இந்த ஜெபம் வருகிற நாட்கள்ல வேதனைகள் எடுக்க போகிறது. நம்மளுக்கு இந்த ஆசீர்வாதம் வந்து பாருங்க. தொட்டு ஜெபம் வருகிற நாட்கள்ல நீங்க ஒப்பு கொடுத்தீங்கன்னா பெரிய காரியத்தை நீங்க பார்ப்பீங்க. நம்ம தலைமுறைகள் ஆசீர்வதிக்கப்படும், நம்ம சந்ததிகள் ஆசீர்வதிக்கப்படும். அந்த ஆசீர்வாதத்தை ஏன் கொடுக்கிறார் தெரியுமா? ஏன்? வெட்கப்படுற அடங்கி இருந்து விடுவதற்கு அல்ல. உங்க கை நிறைய உங்களுக்கு சம்பளத்தை கொடுத்தா அந்த சம்பளம் அவர் ஊழியத்துக்கு முதல்ல, அவர் சேவைக்கு, ஆமென், அவர் மிஷனரி பணிகளுக்கு, அவர் ஆலயங்களை கட்டுவதற்கு தேவன் கொடுத்திருக்கிற திறமைகள், உங்களுக்கு கொடுத்திருக்கிற ஆரோக்கியங்கள், உங்களுக்கு கொடுத்திருக்கிற ஒவ்வொன்றும் முதல்ல கடவுளுக்கு கொடுத்து பாருங்க. இதெல்லாம் இருக்கு. ஆமென். ஹல்லேலூயா. ஆசீர்வதிங்க. கர்த்தர் யாரை ஆசீர்வதிப்பாரே.